ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ദിവസമാണ്. ഇന്നത്തെ വിഷയം കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അവരെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും കുട്ടികളെ നമ്മൾ ഉപദേശിക്കുമ്പം അച്ഛനും അമ്മയും എന്താണെന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ഒരു നല്ല തലമുറയാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും സംബന്ധിച്ചോളം ഈ ഒരു ഡിജിറ്റൽ ഡിസിപ്ലിൻ അത് വളരെ അത്യാവശ്യമാണ്. എന്താണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ കൂടെ ഡിജിറ്റൽ ഡിസിപ്ലിനെ മാനേജ് ചെയ്യാനുള്ള മാർഗങ്ങൾ? തീർച്ചയായിട്ടും ആൻ്റണി സാറിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആൻ്റണി സാറിനെയും. ആൻ്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, നന്ദി സാബു സാർ. എല്ലാവർക്കും ഞാൻ നല്ല ഒരു സായാഹ്നം അതുപോലെ തന്നെ സ്വാഗതം ആശംസിക്കുന്നു. സാബു സാർ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മളുടെ വിഷയം ഡിജിറ്റൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിജിറ്റൽ അച്ചടക്കമാണ്. ഇതേക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിലൊക്കെ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരിക്കും കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതേക്കുറിച്ചുള്ള ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ടോക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്ന ഈ വിഷയം മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അവധാനപൂർവം നമ്മുടെ ഈ സ്മാർട്ട് ഫോണുകളോട് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഇതിനോട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോടുള്ള നമ്മളുടെ ഈ ഒരുപക്ഷെ അതിര് കടന്ന ആ ആസക്തിയെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഭൂമുഖത്ത് ഏകദേശം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 8 ബില്യൺ ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അതില് 7.2 ബില്യൺ ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്, നമുക്കറിയാം. അതുപോലെ 2029 ആകുമ്പോഴേക്കും ഏകദേശം 8 ബില്യൺ ആളുകളും സ്മാർട്ട് ഫോണിലേക്ക്, എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളിലേക്കും അത് എത്തണമെന്നില്ല. കാരണം ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഫോണുണ്ട്, ചിലർക്ക് വേറെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഫോൺ ഉണ്ടാകും. പക്ഷെ ഞാൻ അറിയുന്നിടത്തോളം കേരളത്തിലുള്ള ആളുകൾക്ക് 2-3 ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്, 2-3 സിം. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ. ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോഴും ഞാൻ കണ്ടു. അവിടെ ഞാനൊരു ടാക്സി ഡ്രൈവറുടെ കൂടെ പോയപ്പോൾ അയാൾക്ക് 3 സിം ഉണ്ട്, 3 ഫോണും ഉണ്ട്. ഓക്കെ, അത് അയാളുടെ ആളുകൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. എനിവേ 7.21 ബില്യൺ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് 7.5 ബില്യൺ ആണ് കേട്ടോ, ബില്യൺ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ 122 മില്യൺ ആളുകൾ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്, ഒഫീഷ്യലി സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു ശരാശരി 1 ബില്യൺ അവേഴ്സ്, മണിക്കൂറുകൾ ലോകത്തുള്ള എല്ലാവരും യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോകൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഞെട്ടിപ്പിക്കുന്നതൊന്നുമല്ല, ഇതൊക്കെ കുറിച്ചുള്ള നമ്മളുടെ കണക്കുകളാണ്. അമേരിക്ക ബേസ് ചെയ്തിട്ട് ഷിക്കാഗോ ബേസ് ചെയ്ത ഡി സ്കൗട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തിയ പഠനത്തില് ഒരു ശരാശരി മനുഷ്യൻ, നമ്മളാരുമാണെന്ന് ഞാൻ അത്ര കരുതുന്നില്ല, എങ്കിലും ശരാശരി ലോകത്ത് 2600 മുതൽ 4600 വരെയുള്ള പ്രാവശ്യം ഈ ടെലിഫോണിൽ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എത്ര പ്രാവശ്യമുണ്ട്. നമ്മൾ അത്രയൊന്നും ഇല്ല. ഇത്രയും കണക്കുകളുടെ അല്ലെങ്കിൽ ഇത്രയും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വ്യൂവില് നമ്മൾ ആരും ഇതിൽ പെടുന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെടുന്നവരുണ്ട്. അല്ല, ഇത്രയും നമ്പരൊന്നും നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കുകയല്ല. പക്ഷെ ഇതൊരു കണക്കാണ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ വിഷയം, ഇതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണ്, മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ആരെങ്കിലും എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ പോകുന്ന ആർക്കെങ്കിലും ഇത് ഒരു അഡിക്ഷൻ ആണ്, ഇതൊരു ആസക്തിയാണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു മോചനം വേണം, അല്ലെങ്കിൽ അതിന് മൈൻഡ്ഫുൾനെസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് പോകുന്നത്.
അതല്ലാത്ത ഇറ്റ്സ് ഓക്കെ, ഞാൻ ഒന്നുകിൽ അവർ അവബോധമുള്ളവരായിരിക്കില്ല, ഇതിന്റെ ആ കൂടുതലായിട്ടുള്ള ഈ ആസക്തിയെക്കുറിച്ച് കൂടുതൽ അവബോധമില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, എനിക്കത് പ്രശ്നമല്ല എന്ന് കരുതുന്നവര് ഈ ക്ലാസ് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇന്ന് ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്ന ഇൻസൈറ്റ്സിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ബെനിഫിറ്റ്സ് ഓഫ് സ്മാർട്ട് ഫോൺസ്. നമ്മളെപ്പോഴും പറയുമ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതൊരു നെഗറ്റീവ് സൈഡിലേക്ക് പോകാതെ സ്മാർട്ട് ഫോണിന് ഒത്തിരി ഉപകാരമുണ്ട്. കാരണം സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഡെവലപ്പ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മനുഷ്യനെ കൂടുതൽ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മനുഷ്യ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കാലക്രമം അത് അധിക കാലമൊന്നും എടുത്തിട്ടില്ല, അതിനിടയിൽ മനുഷ്യന്റെ ബന്ധങ്ങൾ പോയി, മനുഷ്യന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പോയി, സ്ക്രീനിനോടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോടായി ബന്ധങ്ങൾ. ഇനി അതിനേക്കാൾ ഏറ്റവും പരിതാപകരമായ കാര്യം മനുഷ്യൻ അവനവനോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ആത്മബോധം അല്ലെങ്കിൽ അവബോധം നഷ്ടപ്പെട്ട് ഇതിൽ ലയിച്ചു പോയി, ഇത് ഇവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു കാര്യം. ഓക്കെ, ദെൻ വൈ ഡിജിറ്റൽ ഡിസിപ്ലിൻ മാറ്റേഴ്സ്? എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഇതിനെ കുറിച്ച്, ഫാസ്റ്റിങ്ങിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ്. മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസ്, എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം, അതുപോലെ ഡിജിറ്റൽ ഡിസിപ്ലിൻ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ഡിജിറ്റൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒരു വിഷയത്തിന്റെ ആ പൂർണ്ണതയ്ക്ക് വേണ്ടി അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ആർക്കെങ്കിലും ഒരുപക്ഷെ ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനലോഗ് എന്ന് പറയുന്നത് വ്യക്തമല്ല എങ്കിൽ അവരെയും നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ഡിജിറ്റൽ എന്നുള്ളത് പറയുന്നത്, അതായത് ഇലക്ട്രോണിക് ടെക്നോളജിയാണ്. ആ ടെക്നോളജി അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ വീഡിയോകൾ എന്തെങ്കിലും സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുക, അത് സേവ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ, ഇൻഫർമേഷൻ പ്രോസസ്സിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയും, അതിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഡിജിറ്റ്സ് ആണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന 0 2 ഡിജിറ്റിന്റെ ആശ്രയിച്ച് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടാണ് 0 and 1. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കീബോർഡിൽ നമ്മൾ ഒരു എ എന്ന അക്ഷരം അല്ലെങ്കിൽ ആ എന്ന അക്ഷരം ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിന് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. ദാറ്റ് മീൻസ് 0 and 1 എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ആ ഒരു അലോഗരിതം ഉപയോഗിച്ചാണ് ഇത് ഡിജിറ്റൽ ആയിട്ടുള്ള ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഈ ഡിജിറ്റൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിജിറ്റൽ എന്ന് പറയാം. ഇനി നമുക്ക് മറ്റൊന്ന് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എന്താണ് ഡിജിറ്റൽ അല്ലെങ്കിൽ അനലോഗ് എന്ന് പറയുന്നത്? ഡിജിറ്റൽ എന്ന് പറയുമ്പോഴേക്കും ഉദാഹരണമായിട്ട് നമ്മുടെ കൈകളിലൊക്കെയുള്ള സ്മാർട്ട് ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, ഐഫോൺ, ഐപാഡ് അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികളുടെ ടാബ്ലറ്റ്സ്, ഡിജിറ്റൽ ക്യാമറ ഇപ്പോൾ വന്നിട്ടുണ്ട്, സ്മാർട്ട് ടിവിസ്, ഇതിനെല്ലാം ഒത്തിരിയുണ്ട് ഇതിന് ഉദാഹരണങ്ങൾ. എന്നാലും ഇതെല്ലാം ഉദാഹരണങ്ങളാണ് ഡിജിറ്റൽ എന്ന് പറയുന്നതിന്റെ. ദെൻ ഇനി അനലോഗ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പഴയ കാലത്തും ഉപയോഗിക്കുന്ന വെയിങ് സ്കെയിൽസ് അല്ലെങ്കിൽ നമ്മൾ തുലാസ് എന്നോ അല്ലെങ്കിൽ ത്രാസ് എന്നൊക്കെ പറയുന്ന അത്, വാച്ചസ്, പണ്ടൊക്കെ കീ കൊടുക്കുന്ന വാച്ചുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പം തെർമോമീറ്റേഴ്സ് ഉണ്ടാകും നമ്മുടെ വായിൽ അല്ലെങ്കിൽ കക്ഷത്തിലൊക്കെ വെച്ച് ടെമ്പറേച്ചർ അളക്കുന്നു, ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ളതുണ്ട്. ദെൻ ഫിലിം ക്യാമറാസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്കുണ്ടായിരിക്കും, ഇപ്പൊ അത് വലിയ പ്രസക്തി ഇല്ലാത്തതാണ്. ദെൻ ടേപ്പ് റെക്കോർഡർ, ഇതെല്ലാം അനലോഗ് ആയിട്ടുള്ള ഇതിന്റെ ഉദാഹരണമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റൽ ആൻഡ് അനലോഗ് എന്നുള്ള അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ദെൻ അടുത്തത് ഈ സ്മാർട്ട് ഫോൺ കൊണ്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ്, പണ്ട് നമ്മൾ ടെലിഫോൺ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ വീടുകളിൽ ഏത് തരത്തിലുള്ള ടെലിഫോൺ ആയിരുന്നു? ഞങ്ങൾ ഫെസ്റ്റ്നെസ് എന്ന് പറയും ഇവിടെ, അല്ലെങ്കിൽ നാട്ടിൽ അതിന് ഇംഗ്ലീഷ് പറയുന്നത് ലാൻഡ് ഫോൺ. ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് വിളിച്ച് സംസാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതേസമയം ഇപ്പോഴെന്താണ് ബോർഡർലെസ് കണക്ടിവിറ്റി ഉണ്ട്. നമുക്കിപ്പം ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നു, ഞാനിവിടെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ വളരെയേറെ ദൂരത്താണ്. അത് ഈ ടെക്നോളജി അനുസരിച്ച് എവിടെ വേണമെങ്കിലും ആളുകൾക്ക് കേൾക്കാം. അതുപോലെ നമുക്ക് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, വീഡിയോ അയക്കാം,
അങ്ങനെ ഒരു എന്താണ് വളരെ വിപുലമായ കണക്ടിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അടുത്തത് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് നമുക്ക് ഉപയോഗിക്കാം. അതാണ് വോയിസ് മെസ്സേജ് വിടാം, അല്ലെങ്കിൽ വീഡിയോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എമർജൻസി എന്നുള്ളതാണ് അവിടെ ഒരു ഈ സെറ്റ് പോയിട്ടുണ്ട്. എമർജൻസി അസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ, ഒരു അപകടം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. ഇതൊക്കെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഓഫ് സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ഈ മോഡേൺ ടെക്നോളജിയുടെ ഇതാണ്, ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകതയാണ്. ദെൻ ഇൻഫർമേഷൻ അക്സസിബിലിറ്റി, എന്തിനെ കുറിച്ച് വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണം. അങ്ങനെയാണ് പല ആളുകൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അവരത് ആ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴേ ഓക്കെ, എന്താ നമുക്ക് നോക്കാം എന്നുള്ളതിനെ കുറിച്ച് പെട്ടെന്ന് ഗൂഗിളിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് മറ്റേതെങ്കിലും തരത്തിൽ ഇൻഫർമേഷൻ കിട്ടുന്നു. പിന്നെ ഇത് നാവിഗേഷൻ, നമുക്ക് എവിടെയാ പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം തരുന്നു, വഴികാട്ടി തരുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റേയിങ് ഇൻഫോംഡ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് മുഴുവനും നമുക്ക് തരുന്നതിന് ഈ ഡിജിറ്റൽ ഫോണുകൾക്ക്, സ്മാർട്ട് ഫോണുകൾക്ക്, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ടെക്നോളജിക്ക് സാധിക്കുന്നുണ്ട്. ദെൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓർഗനൈസേഷൻ, കലണ്ടർ അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് യാത്രയ്ക്ക് പോകാൻ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റിമൈൻഡേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണഗതിയിലുള്ള നമ്മളെ ഒത്തിരി കാര്യങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ടി, അതായത് നമ്മളെ ഒത്തിരി എഫിഷ്യന്റ് ആക്കുന്നുണ്ട്, കൺവീനിയൻസ് നമുക്ക് തരുന്നുണ്ട്. എല്ലാ തരത്തിലും അത് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെന്റ്, ഇപ്പൊ എല്ലാവരും അതെയല്ലോ, എല്ലാവർക്കും അവരുടേതായിട്ട് ഡോക്യുമെന്റുകൾ എഴുതാനൊക്കെ സാധിക്കും. പണ്ടൊന്നും അതൊന്നും സാധിച്ചിരുന്നില്ല. എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സോഷ്യൽ മീഡിയ അതുപോലെയുള്ള എഴുത്തുകാരൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി 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 നല്ല ബെനിഫിറ്റ്സ് ഇത് കൊണ്ടുണ്ട്. അടുത്തത് നമുക്ക് അറിയാനുള്ളത് ഡിജിറ്റൽ വൈ. ഇത് എന്തിനാണ് ഞാൻ ഇതേക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തിനുള്ള വൈ ഡിജിറ്റൽ ഡിസിപ്ലിൻ മാറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഇൻഫർമേഷൻ ഓവർലോഡ് വരുന്നുണ്ട് സാധാരണ മനുഷ്യർക്ക്. അതായത് ന്യൂറോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമുക്കൊരു കോഗ്നിറ്റീവ് ഓവർലോഡ് വരാം, അല്ലെങ്കിൽ നമുക്ക് ശബ്ദങ്ങളാകട്ടെ, ഇൻഫർമേഷൻ ആകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബ്രെയിനിന് താങ്ങാൻ സാധിക്കാതെ വരും. എന്താണ്, ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഓർമ്മക്കുറവ് വരും, ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ന്യൂറോളജിക്കലായിട്ടുണ്ടാകും. ഇതിനെ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി കോഗ്നിറ്റീവ് ഓവർലോഡ് എന്താണെന്നുള്ളതിന് ജസ്റ്റ് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ലെസ് വർക്കിംഗ് മെമ്മറി. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 7 മുതൽ 9 വരെയുള്ള ആ കാര്യങ്ങൾ നമ്മളുടെ സംസാരത്തില് മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിനും അങ്ങനെ തന്നെയാണ്. കമ്പ്യൂട്ടറിന് 7 ഞാൻ പറഞ്ഞ അതിന് റാൻഡം ആക്സസ് മെമ്മറി, റാം എന്ന് നമ്മൾ പറയും. റാം കൂടുന്നതിനനുസരിച്ച് ആ കമ്പ്യൂട്ടറിന്റെ മെമ്മറി, അല്ലെങ്കിൽ ആ റാം കൂടുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കൂടുന്നു, അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നു. പ്രത്യേകിച്ച് ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 7 മുതൽ 9 വരെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻ വന്നാൽ, കോഗ്നിറ്റീവ് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ, ആ ന്യൂ ഇൻഫർമേഷനെ നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കേൾക്കുമായിരിക്കും, ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ കേൾക്കും, പക്ഷെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ, അതേക്കുറിച്ച് അറിയാൻ, അത് പ്രോസസ്സ് ചെയ്യാൻ നമ്മളുടെ ബ്രെയിനിന് സാധിക്കാതെ വരുന്നു. ദെൻ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാനുള്ള നമ്മുടെ മെമ്മറി, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഈ കോഗ്നിറ്റീവ് ഓവർലോഡ് കൊണ്ട്, ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്, സാധിക്കാതെ വരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, മെന്റൽ എക്സോഷൻ നമുക്കുണ്ടാകും, മാനസികമായിട്ട് നമുക്ക് ക്ഷീണമുണ്ടാകുന്നു. ദെൻ ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്. ഇതിന്റെ കോഗ്നിറ്റീവ് ഓവർലോഡിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അതിന്റെ രീതിയാണ്. നമുക്ക് കൂടുതലായിട്ട് പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, നമുക്ക് ചിന്തിക്കാൻ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനൊന്നും നമുക്ക് സാധിക്കാതെ വരുന്നു. ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ്, നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ഫീലിംഗ് ഓവർവെൽംഡ്, സ്ട്രെസ്ഡ് ആൻഡ് ആങ്ഷ്യസ്. അതുകൊണ്ട് ക്ഷീണമായിരിക്കും ആളുകൾക്ക്, ഒരു കാരണവും ഉണ്ടായിരിക്കില്ല, കൂടുതൽ ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ആങ്ഷ്യസ് ആകും, സ്ട്രെസ്ഡ് ആകും, പല രീതിയിൽ അത് മനുഷ്യർക്ക് സംഭവിച്ചെന്ന് വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെയുള്ള ഈ കോഗ്നിറ്റീവ് ഓവർലോഡ് ഈ ഡിജിറ്റൽ ഡിസിപ്ലിന്റെ ഒരു ഇതാണ്. ഫോർ ഡിസിഷൻ മേക്കിംഗ്, അടുത്തത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിവ് കുറയുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള അതിനുള്ള സാധ്യതകൾക്ക് കുറയാനാണ് സാധ്യത. അടുത്തത്
സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ആണ്. മാനസികവും അതുപോലെ വൈകാരികവുമായ തലങ്ങളിൽ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ടു മച്ച് ആസക്തി വരുന്നത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇൻക്രീസ്ഡ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കൂട്ടുന്നുണ്ട്. കാരണം പല ഇൻഫർമേഷനും നമുക്ക് ആവശ്യമില്ല. നമ്മളെ വൈകാരികമായിട്ട് നമ്മളെ ഉലയ്ക്കുന്നതായിരിക്കും കേൾക്കുന്നത്. പലപ്പോഴും വൈകാരികമായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തക്ക രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾക്ക് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അത് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ചില വീട്ടമ്മമാര് അല്ലെങ്കിൽ പ്രായമായവർക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ മനുഷ്യർക്ക് പല പ്രായമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും, അതായത് ഇപ്പോൾ ഒരു സീരിയൽ കണ്ടില്ലെങ്കിൽ, ഇന്നത്തെ സീരിയൽ കണ്ടില്ല, യാത്രയിലാണ് കണ്ടില്ല, അല്ലെങ്കിൽ ന്യൂസ് കണ്ടില്ല, വൈകിട്ടത്തെ ന്യൂസ് കണ്ടില്ല, അല്ലെങ്കിൽ ഡിബേറ്റ് കണ്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ആൻഷ്യസ് ആണ്, എന്താണ് സംഭവിച്ചത്. അതുപോലെ മറ്റതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഫിയർ ഓഫ്, നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് നമുക്കൊരു എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തോ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഭീതി നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. എക്സ്പോഷർ ടു നെഗറ്റിവിറ്റി, അതാണ് മറ്റൊരു വലിയൊരു പ്രശ്നമാണത്. കാരണം എല്ലാവരും അവരവരുടേതായ സൈഡ് പിടിച്ച് രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരം അല്ലെങ്കിൽ റീജിയണൽ കൺട്രി ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാകും. അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ എല്ലാവരും അവരവരുടേതായ പക്ഷം പിടിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്കും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആയിട്ട് സെൻസേഷണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം, അതിനു വേണ്ടിയിട്ട് ഇതുണ്ടാകും. അതുപോലെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ബയസ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസേഷണൽ ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കേൾക്കുന്നു, അത് മുഴുവൻ ശരിയാണെന്ന് നമ്മൾ കരുതുന്നു, അതിനുശേഷം നമ്മളത് അതിന്റെ സത്യസന്ധത അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് അറിയാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യും, അവരും ഇതിൽ പെടുന്നു. എൻഡ്ലെസ് കമ്പാരിസൺ ഓൺ സോഷ്യൽ മീഡിയ ക്രിയേറ്റഡ് ഡിസ്റ്റോർട്ടഡ് സെൻസ് ഓഫ് റിയാലിറ്റി. നമ്മൾ കമ്പയർ ചെയ്യും. നമ്മൾ ഫേസ്ബുക്കിൽ എഴുതി, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തു, ബ്ലോഗർമാർ ചെയ്തു, യൂട്യൂബർമാർ ചെയ്തു, അതിന് കഴിയുമ്പോഴേക്കും അവർക്ക് എത്ര കിട്ടി, അല്ലെങ്കിൽ അവന് എന്നെ പോലെ ചെയ്ത് അവൻ എത്ര കിട്ടി, അല്ലെങ്കിൽ അവൾക്ക് എത്ര കിട്ടി, ലൈക്സ് കിട്ടി, അല്ലെങ്കിൽ എത്ര പേര് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 4K 8K എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സെൻസ് ഓഫ് റിയാലിറ്റി, അതുപോലെ തന്നെ കമ്പാരിസൺ മറ്റുള്ളവരുമായിട്ട് ചെയ്യുന്നതിന് സാധിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബർമാർ തമ്മിൽ അൺഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ ചാനലുകൾ തമ്മിൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഒരാൾ മറ്റൊരാളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും, അവൻ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിലൊക്കെ നടക്കാറുണ്ട്. നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാവുന്നതാണ്. എക്സസീവ് സ്ക്രീൻ ടൈം ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡിപ്രഷൻ. ഓക്കെ, എക്സസീവ് ആയിട്ട് ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കി ഒരു കാരണവുമില്ല, ഒന്നുമില്ല, ആസക്തി, അതുകൊണ്ട് പറഞ്ഞാണ് അറ്റാച്ച്ഡ് ആയി, അല്ലെങ്കിൽ നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഡിപ്രഷനും മറ്റതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അൺഹെൽത്തി കമ്പാരിസൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫീലിങ്സ് ഓഫ് ഇൻആഡ്വക്കസി, ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ് ഇഷ്യൂസ്, ഇതൊക്കെ ഉണ്ടാകും. കാരണം പലപ്പോഴും യൂട്യൂബർമാർക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്നതിനകത്ത്, അതുപോലെ തന്നെ എനിക്ക് കിട്ടാത്തത് 4K കിട്ടാത്തത്, അല്ലെ 8K കിട്ടാത്തത് ഒരുപക്ഷെ എൻ്റെ ഏതെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും, എൻ്റെ സംസാരമോ എൻ്റെ അറിവ് കുറവോ അല്ലെങ്കിൽ എൻ്റെ ബോഡി ഇമേജിന്റെ കുറവോ എന്തെങ്കിലുമൊക്കെ ആണെന്നൊക്കെ കരുതി നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കും. ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ എക്സോഷൻ ഉണ്ടാകും. ഡിജിറ്റൽ ബേൺ ഔട്ട് എന്നാണ് അതിനെ പറ്റി പറയുന്നത്. അവിടെ വരുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കൂടുതൽ, അതുപോലെ തന്നെ നമ്മൾ വേണ്ടത്ര എക്സസൈസ് ചെയ്യുകയില്ല, നടക്കാൻ പോകുകയില്ല, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുന്നു. മറ്റൊന്ന് ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ്. നമ്മളിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാകുന്നു, ചിലർക്ക് ഹെഡ് ഏക്സ് ആയിരിക്കും, ചിലപ്പോൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത മൈഗ്രെയിൻ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാകും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, മെലോട്ടോണിന്റെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. രാത്രി കിടക്കുന്നത് വരെ കണ്ടുകൊണ്ട്, ഈവൻ ചിലപ്പോൾ ബെഡ് ചെല്ലുമ്പോൾ പോലും അത് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ കിടക്കുന്നത്. അങ്ങനെയുള്ള ഇപ്പം എന്താണ് നമ്മളുടെ ആമസോൺ അതുപോലുള്ള ഇതുണ്ട്, ബെഡ്റൂമിൽ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി സ്ക്രീൻ കണ്ടുകൊണ്ട് നമുക്ക് സിനിമ കണ്ട് അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ട് കിടക്കാൻ വരെയുള്ള സൗകര്യങ്ങളോ അതിനും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സ്ക്രീൻ ഇങ്ങനെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ക്രോണിക് നെക്ക് പെയിൻ ആൻഡ് ബാക്ക് പെയിൻ ഉണ്ടാകും. ശാരീരികമായിട്ടുള്ള മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകും. സെഡിമെന്ററി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഒബീസിറ്റി, കൂടുതൽ
പൊണ്ണത്തടി വെക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ ഇരിപ്പ് കൊണ്ടുണ്ടാകുന്ന മറ്റതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകും. അടുത്തത് അതായത് നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ജോലിയൊക്കെ ആയിക്കോട്ടെ, ഒരു വീട്ടമ്മയാകട്ടെ അല്ലെങ്കിൽ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, ആരെങ്കിലും അവർക്ക് ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുക, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റീവ് ആണെന്ന് നമുക്ക് തോന്നിയാലും അത് കൈൻഡ് ഓഫ് ഒരു തെറ്റായിട്ടുള്ള ഒരു ഒരു സ്യൂഡോ പ്രൊഡക്ടിവിറ്റി എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിക്കുമെങ്കിലും പലപ്പോഴും ഇങ്ങനെ നമ്മൾ അഡിക്റ്റഡ് ആകുമ്പോൾ നമുക്കത് സാധിക്കാതെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഉള്ളതല്ലാത്ത രീതിയിൽ നമുക്ക് ശ്രദ്ധക്കുറവുണ്ടാകുന്നു. കോൺസ്റ്റന്റ് ഇന്ററപ്ഷൻസ് റെഡ്യൂസ് അവർ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ഡീപ്ലി. ഓക്കെ, കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ജോലി, നമ്മളുടെ ഔട്ട്പുട്ട്, നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെയുള്ളതെല്ലാം ആഴമുള്ളതായിരിക്കില്ല, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ടുള്ള ക്ഷീണം നമുക്കുണ്ടാകുന്നു. അടുത്തത് ഡിസറപ്ഷൻ ഓഫ് റിലേഷൻഷിപ്പ്. നമ്മളുടെ ബന്ധങ്ങൾ വളരെ മോശമാകുന്നു. കാരണം നമ്മൾ ഇതിലിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട്, സ്ക്രീനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട്, സീരിയൽ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ നെഗറ്റിവിറ്റിയോട് ഇങ്ങനെ ചെയ്യുന്നു. ഞാൻ സീരിയലിനെ കുറിച്ച് പറയുന്നതിന്റെ കാരണം അതിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, അല്ലെ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ളത്, അതെല്ലാം മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഭാഷകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധങ്ങളാണ് കൂടുതലായിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇപ്പം ഉദാഹരണം ഞാൻ പറയുകയാണ്, അവിഹിത ബന്ധങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു കാര്യം പോകുന്നതെങ്കിൽ നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെയും അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയോ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ബന്ധങ്ങളൊക്കെ സംശയിക്കാൻ സാധിക്കും. അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ആ ഭാഷാ പ്രയോഗങ്ങൾ ഓക്കെ അതായത് അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തി ബന്ധങ്ങൾ വരും. നമ്മുടെ വീട്ടിൽ വരുന്നു ഫഫിംഗ് ഓർ ഫോൺ സ്നബിംഗ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ അർത്ഥം ഇതാണ്, അതായത് നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് ബോറടി മാറ്റാനോ മറ്റെന്തെങ്കിലും ആയിരിക്കും അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതിന്റെ ഒരു നല്ല ഉദാഹരണം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞാണ്, എന്നാലും ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. നമ്മൾ പലപ്പോഴും സോ കോൾഡ് മാന്യന്മാര് അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതര് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ നമ്മൾ വലിയ വിശിഷ്ടാതിഥികളായിട്ടൊക്കെ സ്വീകരിക്കുമ്പോഴും അവരും എപ്പോഴും ഈ ഫോണിലാണ്. അവര് മറ്റുള്ളവർ പറയുന്ന സ്വാഗത പ്രസംഗം പറയുന്ന മാന്യ വ്യക്തിയെ അല്ലെങ്കിൽ വിശിഷ്ടാതിഥിക്ക് സ്വാഗത പ്രസംഗം പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നില്ല. ഇനി മറ്റുള്ളവർ പ്രസംഗിക്കുന്ന, മറ്റുള്ളവർ സംസാരിക്കുന്നവർ കേൾക്കുന്നില്ല. അവരെപ്പോഴും ഈ ഫോണിലാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഫോൺ സ്നബിംഗ് എന്ന് പറയുന്നത് അതില്ലാതെ? കാരണം നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് നമുക്കൊരു കൈൻഡ് ഓഫ് ഡോപ്പമീൻ കിട്ടുന്നു എന്നുള്ളത് അത് ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഡോപ്പമീൻ വർദ്ധിക്കുക, എന്തൊക്കെയോ മിസ്സിങ് ഔട്ട് ആണെന്നുള്ള ഒരു രീതിയിലാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നാട്ടിലൊക്കെ സംഭവിക്കുന്നതാണ്. ഇവിടെയൊന്നും അത്രയും ഞാൻ കാണാറില്ല. കാരണം ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ വിശിഷ്ടാതിഥികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ആ ഫോൺ ഒന്നുകിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഒരു പതിവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ മാന്യത തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മിസ്കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള വളരെ സാധ്യതയുണ്ട്. കാരണം ഇതുകൊണ്ട് അത് നമ്മുടെ പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത്, കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് കൂടുതലായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷകൾ നമ്മൾ വെക്കുന്നു. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നമുക്ക് സംതൃപ്തി ഇല്ലാതായിത്തീരുന്നു. കാരണം ഇതിനോട് അഡിക്റ്റഡ് ആയിട്ട് ഇതാണ് നമുക്ക് സന്തോഷം തരുന്നത് നമ്മൾ കരുതുന്നുകൊണ്ട്. പിന്നെ മൈൻഡ്ഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്തുള്ളത് അത് നമുക്ക് ശ്രദ്ധിക്കാതെ പോകുന്നു. പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു 2 പോലീസുകാർ എന്തോ ഇത് ചെയ്തിട്ട് അവര് ഈ മൊബൈൽ ഉപയോഗിച്ചു. മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതല്ല, വേറെ എന്തോ ചെയ്തിട്ടതിന്റെ പേരിൽ അവര് ഇവിടുത്തെ ഈ സിറ്റിയിൽ, ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ ഒരു 2 പോലീസുകാർ ഇങ്ങനെ പോലീസ് വണ്ടിയായിട്ട് പോയിട്ട് ഈ പെഡസ്ട്രിയൻസ് പോകുന്ന അല്ലെങ്കിൽ അതിങ്ങനെ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ അതിലേക്ക് പോയി കാറ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസിൽ കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഒത്തിരി അപകടങ്ങൾ, റോഡ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അനാവശ്യമായിട്ടുള്ള ഫോണാണ്. ചിലപ്പം ഫോൺ വിളിക്കുന്നത് മാത്രമല്ല,
ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ടെക്സ്റ്റ് മെസ്സേജ് SMS അയക്കുന്നത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ആ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് നഷ്ടപ്പെടുന്നു. ദെൻ അടുത്തത് നമ്മളുടെ ഇത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകുന്നു. അത് കൂടുതലായിട്ട് കുട്ടികളിലാണ്. കാരണം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർക്കാനും മറ്റൊന്നും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. അതായത് അവരുടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് ആവശ്യമുണ്ട്. അതെല്ലാം അവർക്ക് നഷ്ടപ്പെടാനുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സബ്റ്റിലിറ്റീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആഴത്തിലുള്ള നമ്മളുടെ ആ സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ, നേച്ചറുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും. നമ്മളൊന്നും കാണുന്നില്ല. ഈ സ്ക്രീനും ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. നടക്കുമ്പോഴും സ്ക്രീനാണ്. അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് കേൾക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് എല്ലാത്തിനോടും അഡിക്റ്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മളെ തന്നെ നമ്മൾ എന്താണ് നമ്മളുടെ സെൽഫിനെ കുറിച്ചുള്ള ഒരു എംപവർമെന്റ് ഉണ്ടാകും. നമ്മളെപ്പോഴും ശാക്തീകരണത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിനും നമുക്ക് ഉണ്ടാകണമെന്ന് പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മളുടെ തന്നെ ആ സെൽഫിനെ നമുക്ക് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഹാബിറ്റ് ആയിട്ട് വരികയും അതുപോലെ തന്നെ അൺഇന്റൻഷണൽ ആയിട്ട് നമ്മൾ എടുക്കും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ടോക്ക് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വേറൊരു ടെലിഫോൺ ഉണ്ടെങ്കിൽ അത് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ 2023 നാട്ടിൽ വന്നപ്പം നേര്യമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ 3-4 ദിവസം ക്ലാസ് എടുത്തു. അന്ന് ആ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഒരാള് കേൾക്കുന്നുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല അദ്ദേഹത്തിന്റെ ഈ മൾട്ടി ടാസ്കിങ് എബിലിറ്റി എന്തുമാത്രമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ടെലിഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ടെലിഫോണിൽ കളിക്കുന്നു. ഒരു പ്രാവശ്യം അറിയാതെ കുത്തി മ്യൂസിക് വന്നു, അതാകപ്പാടെ പ്രശ്നമായി. അല്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല, ആ പുള്ളിക്കാരന് അത് നിർത്തി പെട്ടെന്ന്. എനിവേ, ദെൻ നമ്മളുടെ എല്ലാത്തിന്റെയും ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ബോർഡം വന്നു, നമുക്ക് വിരസത തോന്നി, സ്ട്രെസ് തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിനെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു 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 പോംവഴിയായിട്ട് നമ്മൾ ഫോണിനെ കാണുന്നു. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു സൈലൻസിലേക്ക്, ഇന്നർ സൈലൻസിലേക്ക്, ഇന്നർ സ്റ്റിൽനെസ്സിലേക്ക് പോകാൻ, സ്വാഭാവികമായിട്ടുള്ളതിലേക്ക് പോകാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഇത് നമ്മളെ ഒരു ആധുനിക എന്താണ് അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ സെൽഫിനെ നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ തന്നെ അടിമകളാകുന്നു ഫോണിന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഗാഡ്ജറ്റുകളുടെ, ഉപകരണങ്ങളുടെ. ദെൻ അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളുടെ പ്രൈവസിയെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. ഉദാഹരണമായിട്ട് ഒത്തിരി ഹാക്കർമാരുണ്ട്. ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ധാരാളം ആളുകളെ പറ്റിക്കുന്നുണ്ട്. എനിക്ക് മിക്കവാറും ആഴ്ചയിൽ 1-2 SMS ഇമെയിലും ഒക്കെ വരാറുണ്ട്. നീ അത് അപ്ഡേറ്റ് ചെയ്യുക, നിന്റെ വിസ കാർഡിന്റെ, എന്റെ മാസ്റ്റർ കാർഡിന്റെ, അല്ലെങ്കിൽ അത് ചെയ്യാനൊക്കെ പറഞ്ഞ് നിങ്ങൾക്കുണ്ടാകും. അതുപോലെ ഡിജിറ്റൽ അറസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് എന്താണ്, ഇങ്ങനെ ഇത് വരുമ്പോഴേക്കും നമുക്ക് ഭയമുണ്ടാകുന്നു. നമ്മൾ അതുകൊണ്ട് നമ്മളുടെ ഐഡന്റിറ്റി പലപ്പോഴും നമ്മൾ മറ്റുള്ളവര് എന്താണ് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മളുടെ ബാങ്കിലുള്ള പണം പോകുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊന്നുള്ളത്, നമ്മൾ അറിയാതെ തന്നെ കാര്യങ്ങൾ വേണ്ടത്ര ഇതില്ലാതെ എന്താണ് നമ്മൾ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നു. അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. മറ്റൊന്നാണ് സെൽഫി എടുക്കാൻ വേണ്ടി പോയിട്ട് കുന്നിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നു, കടലിൽ വീഴുന്നു, ഇങ്ങനെയൊക്കെ മരിക്കുന്ന ആൾക്കാരുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് കേസിലകപ്പെടുന്നവരുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രൈവസി നമുക്ക് നഷ്ടപ്പെടാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ നമ്മൾ ഇടപെടുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സത്യസന്ധമല്ലാത്ത രീതിയിൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതുണ്ട്. ദെൻ അടുത്തത് മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസ് ആണ്. മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അതാണ്. ഒന്നാമത്തത് കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇന്റൻഷനാലിറ്റി. ഇത് കുറയ്ക്കണമെന്ന് നമുക്ക് ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു അവബോധം നമുക്കുണ്ടാകുക. അതില്ലെങ്കിൽ കാര്യമില്ല. കാരണം അറിയാതെ നമ്മൾ എപ്പോഴും ഇതിലേക്ക് നമ്മൾ പോവുകയും എടുക്കുകയും ചെയ്യുന്നു. അടുത്ത് ഫോൺ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതെന്താണ് ഒരു നിമിഷം നമ്മൾ അൺഇന്റൻഷണൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു ഒരു അഡിക്ഷൻ ആയിട്ട് നമുക്ക് മാറിയിരിക്കുന്നു. നമ്മളുടെ കൈ അറിയാതെ തന്നെ പോയിരിക്കുന്നു. അപ്പൊ അത് മാറുന്നതിന് വേണ്ടി ഒരു നല്ല ഒരു ഇന്റൻഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എനിക്കിത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പല പ്രശ്നങ്ങളിലും നമ്മൾ പോയി ഇടപെടുന്നു, അല്ലെങ്കിൽ എടുത്തു ചാടുന്നു. അതുപോലെ നമ്മുടെ മനസ്സമാധാനം, നമ്മളുടെ ആ സൈലൻസ്, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുൻപ്, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുന്നതിന് മുമ്പ്, ഉപയോഗിക്കുന്നതിന് മുമ്പ് അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്തിനാണ് ഞാൻ ഈ ഫോൺ എടുക്കുന്നത്? വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് പോയി അത് എടുക്കുകയാണോ?
അതൊരു ഹാബിറ്റായിട്ട് മാറിയിരിക്കുകയാണോ, അതോ എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വിടാനാണോ, മെസ്സേജ് നോക്കാനാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസിയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. ദെൻ പ്രസൻസ് ഓവർ ഡിസ്ട്രാക്ഷൻ, അതായത് ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നതിന് മുൻപ് നമുക്ക് ഒരു മൈൻഡ്ഫുൾ പ്രസൻസ്, എ മൊമെന്റ്, അല്ലെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ് ഫോൺ അടിക്കുമ്പോഴേ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എന്താണ് ഒരു പ്രസൻസ്, ഒരു മൊമെന്റിലെങ്കിലും ഒരു പ്രസൻസ് നമ്മൾ ഉപയോഗിച്ചാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ബാലൻസ് ഡിജിറ്റൽ ആൻഡ് അനലോഗ് ലൈഫ്, അതായത് ഈ ഡിജിറ്റൽ ലൈഫ്, നമ്മുടെ യൂട്യൂബ്, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം ഉപയോഗിക്കുന്നതും അനലോഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഒന്ന് പുറത്തേക്കെങ്കിലും ഒന്ന് പോയി നോക്കുക, ജനലിലേക്ക് പോയി നോക്കുക, മഴ പെയ്യുന്നത് കാണുക, അതിൽ തന്നെ മ്യൂസിക് ഉണ്ട്, ഈ ലോകത്ത് മുഴുവനും മ്യൂസിക് നിറഞ്ഞതാണ്, അത് കേൾക്കുക, ഒരു പൂവിനെ ശ്രദ്ധിക്കുക, മറ്റതുപോലെയുള്ള അനലോഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പണ്ട് ഉള്ള കാലത്ത് ശ്രദ്ധിച്ചിരുന്നതാണ്, അതിനെയൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം നമുക്ക് അന്യമായി പോയി, നമുക്കത് സ്ട്രെയിഞ്ച് ആയി പോയി മാറുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, അസഹിഷ്ണുത നമ്മളിലുണ്ട്, മറ്റെന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നു, കാരണം ഈ ഒരു ശബ്ദം നമുക്ക് വേണമെന്നുള്ള ഒരു അഡിക്ഷൻ കൊണ്ട്. കൺട്രോൾ ഓവർ കമ്പൽഷൻ, നമ്മളുടെ ആ കമ്പൽഷൻ ആണോ, അല്ലെങ്കിൽ അതിനെ നമുക്ക് മറികടക്കാൻ നമുക്ക് സാധിക്കുമോ, ഇതൊരു കമ്പൾസീവ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണോ ഈ കൈ കൊണ്ട് പോയി ഫോൺ എടുക്കുന്ന അതെന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ വാല്യൂസ് ഓവർ വൈറാലിറ്റി, നമ്മൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ പറയുന്നത് വോയിസ്, ഇതെല്ലാം വൈറൽ ആകുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജീവിതത്തിന്റെ ഒരു വാല്യൂ, ഒരു പർപ്പസ്, ഒരു മീനിങ് നമുക്കുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ അടുത്തത് കോർ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നതാണ് സെൽഫ് കമ്പാഷൻ. ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ശ്രദ്ധിക്കുകയും അതിനെ ഓവർകം ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സെൽഫ് കമ്പാഷൻ നമുക്ക് ആവശ്യമുണ്ട്. തീർത്തും മൈൻഡ്ഫുൾ അല്ലാത്ത, അൺമൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത്. കാരണം അതാണ് അവിടെ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് വിളമ്പി കിട്ടുന്നത് അതാണ്. അപ്പൊ നമുക്ക് സെൽഫ് കമ്പാഷൻ, അതുപോലെ കമ്പാഷൻ ടു അതേഴ്സ് ഓൾസോ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സെലക്റ്റീവ് എൻഗേജ്മെന്റ്, എന്താണ് എനിക്ക് കാണേണ്ടത്, അതായത് അല്ലെങ്കിൽ അതിനെ കണ്ടന്റ് അവയർനെസ് എന്ന് പറയാം. ഇത് എന്താണ് നമുക്ക് ആവശ്യമുള്ളത്, ഇൻഫർമേഷൻ ആണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷന്റെ സോഴ്സ് എന്തായിരിക്കും, അത് എന്താണ് നമുക്ക് നമ്മൾ അതോ കാണുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടോ, അല്ലെ കാണുന്നുണ്ടോ, നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേറെ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും പോപ്പപ്പ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു കണ്ടന്റ് അവയർനെസ് നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നെഗറ്റിവിറ്റി ആണോ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് നമുക്കുള്ള ആസക്തിയാണോ ഇത് ഫീഡ് ചെയ്യുന്നത്, അതാണോ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് നോക്കുക. ഫിസിക്കൽ വെൽബീയിങ്ങിനും നമ്മൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തണം. ഇതിങ്ങനെ നോക്കിയിരിക്കുക, എത്ര മണിക്കൂറുകളായിരിക്കും ചില ആളുകൾ, എനിക്കറിയാം, ഞാൻ അറിയുന്ന എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ആളുകളുണ്ട്, വളരെയേറെ മണിക്കൂറുകൾ ഇങ്ങനെ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസിനെ കുറിച്ച് പറയാം. അതായത് ഇനി പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കൊരു ഇന്റൻഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞതാണ്, ഒരുപക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഉടനെ ഇതെടുത്ത് ഇതിൻ്റെ അകത്തെല്ലാം ചെയ്യുന്നതിന് പകരം ഒരുപക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ, ഏതെങ്കിലും തരത്തിൽ ഞാൻ ഇന്ന സമയത്ത് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കുകയുള്ളൂ, അത്യാവശ്യമില്ലെങ്കിൽ അത് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തു വെക്കും എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുക. രണ്ടാമത്തത് ജെന്റിൽ ഇന്ററപ്ഷൻ ബിഫോർ ദി ഡിജിറ്റൽ ഡൈവ്, അതായത് ഒരു നല്ല ഇന്റൻഷൻ നമ്മൾ ഉണ്ടാകണം. നമ്മളുടെ കൈ അറിയാതെ പോയി ഇത് ഗ്രാബ് ചെയ്യുന്ന ആ സമയത്ത് എടുക്കുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജെന്റിൽ ഇന്റൻഷൻ, ഒരു മൊമെന്റ് ഓഫ് തോട്ട്, അത് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തേത് സൈലൻസ് ദി നോയ്സ്, നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇതിന്റെ ഇമെയില് അല്ലെങ്കിൽ വാട്സപ്പ് മറ്റതുപോലുള്ള ഏതെങ്കിലും വരുന്നതിനെ നമ്മൾ സൈലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, പ്രായോഗികമായിട്ട് ചെയ്യാവുന്നതാണ്. ദെൻ അൺഇൻസ്റ്റാൾ ആൻഡ് ഹൈഡ്, നമ്മൾ കൂടുതൽ ആസക്തിയോടുകൂടി കാണുന്ന എന്താണ്, ഉദാഹരണം ചിലപ്പോൾ യൂട്യൂബ് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ആയിരിക്കാം, മറ്റേതെങ്കിലും ആപ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളതുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി, ഡിജിറ്റൽ ഡിസിപ്ലിൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൻ സ്ക്രീനിൽ നിന്ന് ആ ആപ്പ് മാറ്റി വയ്ക്കുക. ദെൻ നമ്മൾ ഇന്റേണൽ ആയിട്ട് ഒരു മൈൻഡ്ഫുൾ ചെക്ക് ഇൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ദിവസത്തെ പല പ്രാവശ്യം നമ്മൾ ചെയ്യണം. ഞാനിപ്പോൾ ഇത് എടുക്കുന്നതിന്റെ ആവശ്യമുണ്ടോ,
അതോ അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എടുക്കുന്നതാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു മൈൻഡ്ഫുൾ ചെക്ക് ഇൻ നടത്തുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഒരു ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഇത് എടുക്കാനുള്ള ആസക്തി നമുക്ക് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ മൈൻഡ്ഫുൾ ബ്രീത്തിങ്, അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അല്പം മുറിയിലൂടെ തന്നെ നടക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് നിങ്ങൾക്കൊക്കെ നാട്ടിലൊക്കെ ആകുമ്പോൾ വരാന്തയിലൊക്കെ ഇറങ്ങാനും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നതിനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയില്ല. വിന്ററിലൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. അത് വരും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് നമുക്ക് തന്നെത്താൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്ര 1 മണിക്കൂർ രാവിലെ നോക്കുന്നു, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് പിന്നെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ദിവസത്തിൽ ഇത്ര സമയം മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ള ഒരു ഇന്റൻഷൻ, ടൈം ലിമിറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആകാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു ലേഖനം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ന്യൂസ് കാണുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ന്യൂസ് ആണ് കാണുന്നത് അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒത്തിരി ഇമോഷണൽ ആകും. ഒരാവശ്യവുമില്ല, എല്ലാ ദിവസവും നെഗറ്റിവിറ്റി നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടും അത് മൈൻഡ്ഫുൾ ആയിട്ട് ഒരുപക്ഷെ എനിക്കത് എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയിട്ട് ന്യൂസ് വാച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് സന്തോഷമുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. അതായത് പല ഇന്റർനാഷണൽ ന്യൂസ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ ഇവിടെയുള്ള ന്യൂസ് അല്ലെങ്കിൽ ഞങ്ങളുടെ നാഷണൽ ടിവിയിലെ ന്യൂസ് വായിക്കുന്നത് ഒട്ടും ഇമോഷണൽ ആയിട്ടൊരു രീതിയിലല്ല. ഏകദേശം എനിക്ക് മുഴുവനും 100% എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു 80% ഫാക്ടുകളാണ് അവര് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ എന്താണ് കേരളത്തിലുള്ളവര് നമ്മുടെ ചർച്ചകൾ ഇതൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അത് സൂക്ഷിക്കുക. ദെൻ ആൻഡ് ഷെയറിങ് ഓൾസോ, ബി മൈൻഡ്ഫുൾ. നമുക്ക് കിട്ടുന്ന എല്ലാം നമ്മൾ വാച്ച് ചെയ്യാതെ, നമ്മൾ ഷെയർ ശ്രദ്ധിക്കാതെ, മൈൻഡ്ഫുൾ അല്ലാതെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഒരു ഫ്രീ ഡിവൈസ് ഫ്രീ റിച്വൽസ് ഉണ്ടാക്കണം. അതായത് ലൈക്ക് എന്താണ്, നമ്മൾ ചില സോണുകൾ, നമ്മുടെ ഇപ്പോൾ ഉദാഹരണം ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ അത് വേറൊരു റൂമിൽ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അടുക്കളയിൽ കയറ്റാതിരിക്കുക, പിന്നെ ബെഡ്റൂമിലേക്ക്, ഒക്കെ അത് ഞാൻ പറയുന്നുണ്ട്. അതുപോലെയുള്ള ചില ഫ്രീ സോണുകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഡിവൈസ് ഫ്രീ ആയിട്ടുള്ള സോണുകൾ. 10ാമത്തേത് പ്രാക്ടീസ് 30-30-30 റൂൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ 30 റൂൾസ്, 30 ആദ്യത്തെ 30 എന്ന് പറയുന്നത് 30 മിനിറ്റ് ഞാനിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഉപകരണത്തിൽ നിന്ന്, സോഷ്യൽ മീഡിയ വാട്ടെവർ, ആ ഡിജിറ്റൽ ആയിട്ടുള്ള ഉപകരണത്തിൽ നിന്ന് ഞാൻ 30 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. ഇനി അടുത്ത 30 മിനിറ്റ് ഞാനത് ഉപയോഗിക്കില്ല, മാറ്റിവെക്കുന്നു. ദെൻ അടുത്ത 30 സെക്കൻഡ് ആണ്. 30 സെക്കൻഡ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്കിതൊന്ന് നമ്മുടെ ഈ ഡിസിപ്ലിൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 30 സെക്കൻഡ് ഞാൻ അത് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ണടയ്ക്കുന്നു, മൈൻഡ്ഫുൾ ആകുന്നു. ദെൻ അടുത്ത 30 എന്ന് പറയുന്നത് 30 ഫീറ്റ് അല്ലെങ്കിൽ 30 മീറ്റർ അകലെയാക്കി വെക്കുക. ഇത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മേശയിൽ അല്ലെ ഇരിക്കുമ്പോൾ എപ്പോഴും നമുക്കിത് എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു വ്യഗ്രത വരാറുണ്ട്. അത് മാറ്റാൻ വേണ്ടി നമ്മളുടെ കൈ എത്താത്ത ദൂരത്ത് ടെലിഫോൺ മാറ്റി വയ്ക്കുക. ഇതാണ് 30-30-30 റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, കീപ്പ് എ ഡെയിലി, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ദിവസത്തിൽ ഒരിക്കൽ, നമ്മളിപ്പം നാളെ രാവിലെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞതിന് നിങ്ങൾ കരുതുകയാണ്, എനിക്ക് ഈ ഡിജിറ്റൽ ഡിസിപ്ലിൻ എനിക്ക് കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നാളെ രാവിലെ തൊട്ട് എന്തെങ്കിലും ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം അതേക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ അത് നോക്കുക, ഞാൻ എന്തുമാത്രം സക്സീഡ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മളുടെ ഇതൊരു നറിഷ്മെന്റ് ആയിട്ടാണ് പലപ്പോഴും വരുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള യൂസ്, അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു നറിഷ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ഡോപ്പമൈൻ വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്നു, അത് ഒരു മിത്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഏതെങ്കിലും റിയൽ നറിഷ്മെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്താണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഏതെങ്കിലും തരത്തിൽ ഒരു പുസ്തകം എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ചെയ്യുക, പുറത്തേക്ക് നോക്കുക, മൈൻഡ്ഫുൾ ആകുക, കണ്ണടയ്ക്കുക, ഇങ്ങനെയുള്ള അനവധി ആയിട്ടുള്ള അനലോഗ് ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.
യൂസ് എ സെപ്പറേറ്റ് അലാം ക്ലോക്ക്. നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് അലാം ക്ലോക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അത് തന്നെ ഒരു അഡിക്ഷൻ ആകാതിരിക്കുന്നെങ്കിൽ അത് ചെയ്യാതിരിക്കുക, മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ബെഡ്റൂമിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടെലിഫോൺ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അവിടെ ചാർജ് ചെയ്യാൻ വെക്കാതിരിക്കുക. അതെല്ലാം ബാക്കി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും. കാരണം അങ്ങനെ വെക്കുന്നെങ്കിൽ കൂടുതലായിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് കെടുക്കാനുള്ള ഒരു പ്രലോഭനം അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മളത് മാറ്റുക. ഓക്കെ. എന്താണ് നമ്മൾ ഒരു ടെലിഫോൺ അടിക്കുന്നെങ്കിൽ പെട്ടെന്ന് ടെലിഫോൺ ഒരടി വന്നു രണ്ടടിക്ക് എടുക്കാതെ 2-3 പ്രാവശ്യമെങ്കിലും അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ്ഫുൾ ആകാൻ നമുക്ക് സാധിക്കും. അതൊരു മൈൻഡ്ഫുൾ ബെല്ലായിട്ട് നമ്മൾ എടുക്കുക. നമ്മളെ മൈൻഡ്ഫുൾ റിമൈൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ബെല്ലായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുക. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ മൊബൈൽ അടിക്കുമ്പോൾ, ടെലിഫോൺ അടിക്കുമ്പോൾ മാത്രമല്ല, എടുക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും നോക്കാൻ വേണ്ടി എടുക്കുമ്പോഴും ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുക. പ്രാക്ടീസ് ഫോൺ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഫോൺ കയ്യിലെടുക്കുക. അതിനുശേഷം അതിന്റെ ഷേപ്പിനെ കുറിച്ച്, അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച്, അത് നമ്മളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു മെഡിറ്റേഷൻ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇത് എൻ്റെ സമയം തേടി എടുക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ എന്തുമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതാണ്. ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദിവസം ഹാഫ് എ ഡേ, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്തപ്പോൾ ജോലിക്ക് പോകുന്നില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രാവിലെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത് ഇതിനെ ഒരു അച്ചടക്കം പാലിക്കുന്നതിന് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ റിയൽ ലൈഫ് കണക്ഷൻസ് ഉണ്ടാക്കുക. നമ്മൾ ഈ ഫോൺ വിളിച്ചുള്ള കണക്ഷനേക്കാൾ കൂടുതൽ അടുത്തുള്ളവരുമായിട്ട്, കുടുംബത്തിലുള്ളവരുമായിട്ട്, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള നമ്മുടെ അയൽക്കാരുമായിട്ട്, സ്നേഹിതന്മാരുമായിട്ട്, നമ്മളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള നമ്മളുടെ ബന്ധം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മെച്ചപ്പെടുത്തുക. ഓക്കെ. ദെൻ നമ്മളുടെ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഈ ടെലിഫോൺ മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലെ വേണ്ടി സമയം കളയാതിരിക്കുക. ഞാൻ ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞു വന്നത്. ഓക്കെ. ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ ഡിസിപ്ലിൻ അതാണ്. എൻഹാൻസ്ഡ് ഫോക്കസ് ഓൺ അതായത് കൂടുതൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആകുന്നതിന് നമുക്ക് സാധിക്കും. ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വർക്കിംഗ് മെമ്മറി നമുക്ക് കൂട്ടാൻ പറ്റും. ഓർമ്മശക്തി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തത്, നമ്മളുടെ മാനസികമായിട്ടുള്ള ആ സുസ്ഥിതി നമുക്ക് കൂടുതലായിട്ട് കൈവരിക്കുന്നതിന് തീർച്ചയായിട്ടും ഡിജിറ്റൽ ഡിസിപ്ലിൻ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ നമുക്ക് ഉറക്കം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെലറ്റോണിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ ബ്ലൂ ലൈറ്റ് ഡിസ്റ്റർബൻസുകൾ ഇതുപോലെയുള്ളതുണ്ട്. അതായത് ഉറക്കം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ക്ഷീണമാകും, അസ്വസ്ഥതരാകും, ചിലർ ചൂടാകും, മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് പൊട്ടിത്തെറിക്കും, ജോലി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ദെൻ അടുത്ത ബെനിഫിറ്റ്, നാലാമത്തത് നമ്മുടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഹൃദയപൂർവ്വം നമുക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിയന് വേണ്ടി പോവുക. അതായത് നമ്മളിപ്പം വീട്ടിലോ സഹപ്രവർത്തകരോ അയൽക്കാരോ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ പണ്ട് ചെയ്തിരുന്നത് പോലെ, ടെലിഫോൺ ഇല്ലാതിരുന്നത് പോലെ ഹാർട്ട് ഫെൽറ്റ് കമ്മ്യൂണിയൻ അല്ലെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിയൻ, അങ്ങനെയുള്ള ആ ഇന്ററാക്ഷൻ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ടെലിഫോൺ അങ്ങ് എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ. ഇൻക്രീസ്ഡ് നമുക്ക് കൂടുതലായിട്ട് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആ അവയർനെസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ചില ആളുകൾ സീരിയൽ അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മക്കള് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കടാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കടി എന്നൊക്കെ പറഞ്ഞ് ചൂടാകും. അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടും. ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണ് ഇവിടെ ഇതിന്റെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകാതെ കൂടുതൽ സെൽഫ് അവെയർ ആകാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തന്നെ കൂടുതൽ നമ്മളെ കുറിച്ച് തന്നെ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് റെസീലിയൻസിന് തീർച്ചയായിട്ടും ഇത് സഹായിക്കും. ഓക്കെ. എട്ടാമത്തേത് ഗ്രേറ്റർ ക്രിയേറ്റിവിറ്റി. കൂടുതലായിട്ട് നമുക്ക് ക്രിയാത്മകമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. പ്രോബ്ലം സോൾവിങ് ഇതുപോലെയുള്ളതെല്ലാം നമുക്ക് സാധിക്കും.
കൂടുതൽ അതായത് കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഗ്നിറ്റീവ് ഓവർലോഡ് നമുക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമുക്കത് കൂടുതലായിട്ടൊന്നും അറിയണ്ട എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ, അതായത് എല്ലാം അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ കുറിച്ചുള്ള അറിവുകൾ കിട്ടിയിട്ട് കാര്യമില്ല. ഈ നെഗറ്റിവിറ്റി നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഫീഡ് ചെയ്തതിന്റെ കാര്യമില്ല. അതെല്ലാം നമ്മുടെ കോഗ്നിറ്റീവ് ഓവർലോഡിനെ കുറയ്ക്കും. ദെൻ ഇതിന്റെ എല്ലാം അവസാനമായിട്ട് നമുക്ക് കൂടുതൽ സമയം നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് കണ്ടുകൊണ്ട് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റിയല്ല. ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, പൊണ്ണത്തടി വെക്കുന്നു. അതുപോലെ തന്നെ ഈ നടപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസ് കുറയ്ക്കുന്നു. ഇതെല്ലാം കുറയ്ക്കുന്നതിന് ഡിജിറ്റൽ ഡിസിപ്ലിൻ നമ്മളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു. ആൻഡ് സോ താങ്ക് യു സാർ. ആനുകാലിക പ്രസക്തിയുള്ള ഒരു വലിയ വിഷയമാണ്. തീർച്ചയായിട്ടും ഡിജിറ്റൽ ഡിസിപ്ലിൻ എങ്ങനെ നമുക്കുണ്ടാക്കാം. പലപ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ ഒരു കംഫർട്ട് സോണിലേക്ക് പോവുകയാണ് എന്ന് വിചാരിച്ചു പോലെ ഇതുപോലത്തെ സ്മാർട്ട് ഫോണിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ബ്രെയിനിന് ഡോപ്പമൈൻ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഹോർമോൺസ് കിട്ടുന്ന രീതിയിലേക്ക് ബ്രെയിൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളറിയാതെ സ്മാർട്ട് ഫോണിലേക്ക് കടന്നു പോകും. റീലുകളാണെങ്കിലും യൂട്യൂബുകളാണെങ്കിലും ഒക്കെ ഗുണമുള്ളതും ഗുണമില്ലാത്തതും എല്ലാം കണ്ട് അങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് എല്ലാവരിലും, കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഒക്കെ അവരുടെ യഥാർത്ഥത്തിലുള്ള ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലാണെങ്കിൽ ADHD പോലുള്ള മാരകമായ രീതിയിലുള്ള അവസ്ഥകളിലേക്ക് മാറുന്നുണ്ട്. പ്രായമുള്ളവരുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ട് മറ്റു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ. തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ്സാണ് എങ്ങനെ നമുക്ക് ഡിജിറ്റൽ അച്ചടക്കം പാലിക്കാം. അത് മൈൻഡ്ഫുൾനെസ്സോട് കൂടി. സാർ പറഞ്ഞു ഫാസ്റ്റിംഗ്, ഡിജിറ്റൽ ഫാസ്റ്റിംഗ് വളരെ പ്രയോജനകരമായ ഒരു പ്രോസസ്സാണ്. പക്ഷേ എത്ര നേരം നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ പവർ. എനിവേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്കൊരു മെഡിറ്റേഷനും കൂടെ പോകേണ്ടതുണ്ട്. എനിബഡി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയൂ. ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിൽ പോകാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാവുന്ന മെഡിറ്റേഷൻ പോകാം സാർ. കേൾക്കാമോ സാർ? യെസ്, കേൾക്കാം. ഓക്കെ സാർ, എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുക. നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. ഓക്കെ. നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ബോധപൂർവമായ ഉപയോഗത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അതുപോലെ ഡിജിറ്റൽ അച്ചടക്കത്തെക്കുറിച്ചുള്ള അവധാനപൂർവമായ മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് ശല്യങ്ങൾ ഉണ്ടാകാത്ത
സ്വസ്ഥമായ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തിയെന്ന് കരുതുന്നു. ഈ പരിശീലന സമയത്ത് മുഴുവനും വിശ്രമിക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ ഇരിക്കുക. ധ്യാനത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കാം. നിങ്ങൾക്ക് കണ്ണടകൾ മാറ്റിവെക്കാം. നിങ്ങളുടെ വസ്ത്രത്തിലോ നിങ്ങളുടെ ഇരിപ്പിലോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനുള്ള സമയം ഇപ്പോഴാണ്. അതും ചെയ്യുക. ധ്യാനത്തിന് നിങ്ങൾ പൂർണ്ണമായി ഒരുങ്ങിയെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ സാവധാനം അടയ്ക്കാം. കണ്ണുകൾ തുറന്നു വയ്ക്കുവാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ നോട്ടം മൃദുവാക്കുക. വളരെ സൗമ്യമായി നിങ്ങളുടെ അവബോധം ഉള്ളിലേക്ക് തിരിയുവാൻ അനുവദിക്കുക. നിങ്ങളിലേക്ക് തന്നെ. ആദ്യമായി ആഴത്തിൽ 3 പ്രാവശ്യം സാവധാനം ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ശ്വാസകോശം ഓരോ പ്രാവശ്യവും പൂർണ്ണമായി നിറയ്ക്കാനും അതിനുശേഷം സൗമ്യമായി സാവധാനം നിശ്വസിക്കുകയും ചെയ്യുക. അടുത്തതായി ഒരു ശ്വാസ താളലയം സൃഷ്ടിക്കുക. അതിൽ വിശ്രമിക്കുക. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനായി 4-5 സെക്കൻഡ് ദൈർഘ്യമുള്ള ശ്വാസം എടുക്കുക. അത്രയും സമയമെടുത്ത് നിശ്വസിക്കുക. അങ്ങനെ ആ താളലയത്തിൽ നമുക്ക് വിശ്രമിക്കുകയും ശാന്തിയും സമാധാനവും അനുഭവിക്കുകയും അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം തുടരുകയും ചെയ്യാം. അടുത്തതായി നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം പിന്തുണയ്ക്കുന്ന കസേരയോ അല്ലെങ്കിൽ നിലമോ, അതുമായി നിങ്ങളുടെ ശരീരം സ്പർശിക്കുന്ന ആ സ്പർശന കേന്ദ്രങ്ങളും അനുഭവിക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് അവബോധമുള്ളവരാവുക. നിങ്ങളുടെ ശരീരത്തിന്റെ ബാഹ്യമായ സ്ഥലങ്ങളില് അല്ലെങ്കിൽ ആന്തരികമായ അവയവങ്ങളില് അനുഭവപ്പെടുന്ന സംവേദനങ്ങൾ, അത് ചൂടോ തണുപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദനകളോ എന്തെങ്കിലും ആകട്ടെ, അവയെ അനുഭവിക്കുക. അവയെക്കുറിച്ച് അവബോധമുള്ളവരാവുക. ഒന്നും തിരുത്തുവാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കരുത്. അവബോധം മാത്രം നിലനിർത്തുക. ഇനി ശാന്തമായി ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് മടങ്ങിപ്പോകുക. ശരീരം കൂടുതൽ വിശ്രമിക്കുവാൻ നിങ്ങളുടെ തന്നെ ശരീരത്തെ സമർപ്പിക്കുക.
അല്ലെങ്കിൽ അനുവദിക്കുക. അടുത്ത നിമിഷത്തിൽ ചെയ്യുവാനുള്ള എല്ലാ വ്യഗ്രതകളും മാനസിക സമ്മർദ്ദങ്ങളും ഉപേക്ഷിക്കുക. മനസ്സും ശരീരവും ശാന്തമാകട്ടെ, വിശ്രമിക്കട്ടെ. നിങ്ങൾ നിങ്ങളോട് തന്നെ സംവദിക്കുകയാണ്. നിങ്ങളോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രകടനമാണ് ആത്മനിരീക്ഷണം. മനസ്സ്, ശരീരം, ചുറ്റുപാടുകൾ എല്ലാം നിരീക്ഷിക്കുക. ഒന്നിനെയും വിധിക്കാതിരിക്കുക. എല്ലാ സംഭവങ്ങളും, ഇപ്പോൾ ഉടലെടുക്കുന്ന എല്ലാറ്റിനും അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്. അവയെ അംഗീകരിക്കുക. ഒരുപക്ഷെ ശരീരത്തിന് ലഭിക്കുന്ന ഭാരക്കുറവാകാം, അല്ലെങ്കിൽ വേദനകളോ ബുദ്ധിമുട്ടുകളോ ആകാം. മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ശാന്തതയാകാം, അല്ലെങ്കിൽ അസ്വസ്ഥതയാകാം. ചുറ്റുപാടുകളിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദ കോലാഹലങ്ങളാകാം. എന്തുമാകട്ടെ, അവയെ നിരീക്ഷിക്കുക. ഒന്നും ഒഴിവാക്കുവാൻ ശ്രമിക്കരുത്. ഒന്നിനെയും തള്ളിപ്പറയരുത്. ഒന്നിനെയും വിധിക്കരുത്. ശാന്തമായി, സൗമ്യമായി ശ്വസിക്കുക. സമാധാനം അനുഭവിക്കുക. നമുക്ക് ധ്യാനം തുടരാം. നാം ഒരു ഡിജിറ്റൽ ഉപകരണം ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ എടുക്കുവാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മിൽ ഒരു പ്രേരണ ഉണ്ടാവും. നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഉപകരണം എടുക്കുവാനുള്ള പ്രേരണ എപ്പോഴാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുമ്പോഴാണോ? നിങ്ങൾ ഉത്കണ്ഠാകുലരാകുമ്പോഴാണോ? നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോഴാണോ? അതോ അതൊരു ശീലമായി പോയത് കൊണ്ടാണോ? സ്വയം ചിന്തിക്കുക. എന്നാൽ അതിനൊരു ഉത്തരം കണ്ടെടുക്കുവാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കരുത്. ആ അവബോധം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ശ്വാസോച്ഛ്വാസ നിരീക്ഷണം തുടരുക. ഒരു ആന്തരിക പ്രേരണയ്ക്ക് ശേഷം നമ്മളുടെ മനസ്സിലേക്ക് ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ചിന്തയാണ് അടുത്തതായി കടന്നു വരുന്നത്. ഒരു പ്രേരണയോടൊപ്പം എന്ത് വികാരങ്ങളാണ് ഉണ്ടാകുന്നത്?
അതൊരു പ്രതീക്ഷയുടെ ബോധമാണോ? ഈ സമയത്ത് ശ്രദ്ധ തിരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? എന്തെങ്കിലുമായി ആരെങ്കിലുമായി ബന്ധപ്പെടുവാനുള്ളതോ അല്ലെങ്കിൽ ഒരു നഷ്ടബോധമാണോ ഈ തോന്നലിന് പിന്നിലുള്ളത്? അതോ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണോ? എന്തു തന്നെയായാലും ഇപ്രകാരമുള്ള ചിന്തയെ അല്ലെങ്കിൽ വികാരങ്ങളെ അംഗീകരിക്കുക. ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിൽ നമുക്ക് ധ്യാനം തുടരാം. നമുക്ക് ഒരു ഉൾപ്രേരണ വന്നു, അതിനുശേഷം ചിന്ത വന്നു, അടുത്തത് നമ്മുടെ പ്രവൃത്തിയാണ്. മൂന്നാമത്തെ ഘട്ടം. ഈ പ്രേരണയ്ക്കും ചിന്തയ്ക്കും അടുത്തതായി നമ്മുടെ പ്രവൃത്തിയും സാധാരണമാണോ? ഒരു പ്രേരണയും ഒരു ചിന്തയും വന്നാൽ അടുത്തതായി നിങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ അത് കയ്യിലാക്കുവാൻ വേണ്ടി എടുത്തു ചാടാറുണ്ടോ? താൽക്കാലികമായി നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ചിന്തിക്കാതെ സ്വയമേവ നിങ്ങൾ ആപ്പുകൾ തുറക്കാറുണ്ടോ? ഈ പാറ്റേണുകളെ നിരീക്ഷിക്കുക. താൽക്കാലികമായ ഒരു വിരാമം നമുക്കെടുക്കാം. സൗമ്യമായി ശ്വാസം എടുക്കുക, സൗമ്യമായി നിശ്വസിക്കുക. ശരീരത്തിന് വിശ്രമവും മനസ്സിന് ശാന്തിയും നമുക്കിപ്പോൾ നൽകാം. പ്രാവശ്യം നിങ്ങൾ ഒരു ഡിജിറ്റൽ ഉപകരണം കയ്യിലെടുക്കുമ്പോൾ ചിന്തിക്കുക, ഒരു നിമിഷം, ഒരു ശ്വാസോച്ഛ്വാസം. അതോടൊപ്പം ചോദിക്കുക, എൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ആഴത്തിലുള്ള മൂല്യങ്ങളുമായും എൻ്റെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമവുമായും പൊരുത്തപ്പെടാറുണ്ടോ? അതെ എന്ന ഉത്തരമാണെങ്കിൽ എനിക്ക് ഒരു പ്രധാന സന്ദേശം അയക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരാളുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ആകാം. ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ എനിക്ക് വിരസത തോന്നുന്നതാകാം, അല്ലെങ്കിൽ മനസ്സിൽ എന്തോ അസ്വസ്ഥതയുള്ളത് കൊണ്ടാകാം.
അല്ലെങ്കിൽ ഒരാളെ മുഖാമുഖം ശ്രദ്ധിക്കുന്നതിൽ ഉണ്ടാകുന്ന വിഷമമാകാം. നിരീക്ഷിക്കുക. നമുക്ക് സൗമ്യമായി ശാന്തമായി നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങി വരാം. എല്ലാ പ്രേരണകളും, തോന്നലുകളും, പ്രവൃത്തികളും ഇപ്പോൾ നമുക്ക് മാറ്റിവെക്കാം. അവയെ നിരീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ധ്യാനം അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള തയ്യാറെടുപ്പിനായി സമ്പൂർണമായ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം വീണ്ടെടുക്കുക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ചും അതിനു ചുറ്റുമുള്ള ചുറ്റുപാടുകളെക്കുറിച്ചും അവബോധം വീണ്ടെടുക്കുക. ശാന്തമായി സൗമ്യമായി നിങ്ങളുടെ കൈകാലുകളിലെ വിരലുകൾ ഒന്ന് ചലിപ്പിക്കുക. ധ്യാനം അവസാനിച്ചു. Okay, good evening again. Okay, sir. Okay. Rohit sir. Okay, sir. Yes. ചോദിച്ചോളൂ. എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഡിജിറ്റൽ എന്താ പറയുന്നത് അച്ചടക്കം, ഡിജിറ്റൽ അച്ചടക്കം കൃത്യമായിട്ട് സംരക്ഷിക്കുന്നുണ്ടോ, സൂക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആന്റണി സാർ പറഞ്ഞതെല്ലാം കേൾക്കാം, അല്ലേ? അതെ സാർ പറഞ്ഞിരുന്നു ഒരു ഹാബിച്വൽ ആയ ഒരു തലത്തിലൂടെയാണ് നമ്മൾ സത്യത്തിൽ ഐഡിയലായിട്ടിരിക്കുന്നതുകൊണ്ടോ അങ്ങനെയുള്ള സാഹചര്യമില്ല. പലപ്പോഴും അതൊരു ഹാബിറ്റായി മാറി എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ തീർച്ചയായിട്ടും മൈൻഡ്ഫുള്ളായി അതിനെ സമീപിക്കേണ്ടത്. ഓക്കെ, പറഞ്ഞോളൂ. സാറ് വൈ ഡിജിറ്റൽ ഡിസിപ്ലിൻ മാറ്റേഴ്സ് എന്ന് പറഞ്ഞ ഇതിന്റെ കാറ്റഗറിയില് Yes. സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, റെഡ്യൂസിങ് എബിലിറ്റി ടു റീറ്റെയിൻ ഇൻഫർമേഷൻ. അത് വളരെ ശരിയാണ് സാറേ. കാരണം ഓരോ ദിവസവും നമുക്ക് ഈ ഫോണിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ ഈ ഒരു പത്രത്തിൽ നിന്ന് നമ്മൾ നേടാൻ നോക്കുകയാണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്.
തലേ ദിവസത്തെ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം അതിലൂടെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഈ ഫോൺ നമ്മളങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാലും നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇങ്ങനെ കയറി വരിക. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിലോട്ട് ശ്രദ്ധയായി പോകും. കാരണം മനുഷ്യനാണല്ലോ, അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പലപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ ഇത് എനിക്ക് ആവശ്യമാണെന്ന് കരുതി ഞാൻ ചിലപ്പോ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് ഞാൻ പിന്നെ ഫോർവേഡ് ചെയ്തിടും. എടുക്കണം, പിന്നീട് ഇതെനിക്ക് ആവശ്യമാണ്. പക്ഷേ അടുത്ത ദിവസം ആകുമ്പോഴേക്കും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ ഈ പഴയതങ്ങ് വിട്ടുപോകും. അങ്ങനെ ഒരു അതൊരു സാറ് പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി, എൻ്റെ അനുഭവം വെച്ച്. പ്രളയം അല്ലേ, അറിവിന്റെ പ്രളയം അല്ലേ, അല്ലെങ്കിൽ അറിവോ അല്ലെങ്കിൽ മറ്റൊന്നും പോലെയുള്ള കാര്യങ്ങളുടെ വാർത്തകളുടെ പ്രളയം. അറിവെന്ന് അതെ പറയത്തില്ല, സാർ, വാർത്തകളുടെ പ്രളയം. അതെ, അതുണ്ടാകാറുണ്ട്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആകുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടവും തോന്നും. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മൾക്കൊരു ആയുസ്സിൽ പറ്റില്ല. എങ്കിൽ കൂടി ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കും അറിഞ്ഞിരിക്കണം, മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്കും അത് കുറച്ച് അറിവുണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണെന്ന് തോന്നുന്നു സാർ. അതല്ലേ സാർ നമ്മൾ അങ്ങനെ ഒരു കാര്യം? അത് ഒരു പക്ഷേ ഒരു പരിധിവരെ നമ്മളുടെ ഒരു ഭയം തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള നടക്കണമെങ്കിൽ ഞാന് ഇവിടെ ഉള്ള ആളുകളിൽ എല്ലാവരും അല്ല, ഒരു വളരെ നേരിയ ശതമാനം ആളുകളുടെ വീടുകളിൽ TV ഇല്ല. മറ്റതുപോലെയുള്ള ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്ക് മൊബൈൽ ഫോണൊന്നും അവർ സാധാരണ വാങ്ങി കൊടുക്കാറില്ല. ഇപ്പൊ ഞാന് സാധാരണ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിലിടയ്ക്ക് പറയാറില്ലെങ്കിലും ഞാൻ പറയാം. ഒരു 20, 22, 25 വർഷമായിട്ട് ഞാൻ ഒരു മലയാളം പത്രം വായിക്കുകയോ മലയാളം TV കാണുകയോ ചെയ്യാറില്ല. വളരെ ഇതിനിടയ്ക്ക് കണ്ടിട്ടുള്ളത് പ്രളയം വന്നപ്പോൾ ഞാൻ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്നും കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ മിസ് ഔട്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഇതൊരു പക്ഷേ എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു അത് എന്റെ കാര്യമാണ്. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതെ, ഇവിടെ TV ഇല്ലാത്ത അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകളുണ്ട്. ഞാൻ അറിയുന്ന ഒരു ഡോക്ടറുണ്ട്. അയാൾക്ക് ഒരു വളരെ ബുദ്ധിമാനായ ഒരു കൊച്ചുണ്ട്. അവരുടെ വീട്ടിൽ TV ഇല്ല. മനസ്സിലായോ? ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് കാര്യമുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഇനി ബിൽ ഗേറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റീവ് ജോൺസ്, ഇവരുടെയൊക്കെ മക്കൾക്ക് അവര് 14 വയസ്സ് വരെ ഫോൺ കൊടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തുകൊണ്ടാണ് നമ്മള് ഞാന് 2015 ഇവിടെ ഒത്തിരി പേര് യൂറോപ്പിൽ മുഴുവനും ആകമാനം ഉണ്ടായ ഒന്നാണ് റെഫ്യൂജികളുടെ വരവ്. ഞാൻ അതെ, അവരെ സഹായിക്കാൻ വേണ്ടി വോളണ്ടിയർ ആയിട്ട് ഞാൻ അന്ന് പോയിരുന്നു 2015. ആ സമയത്ത് 2-3 വയസ്സുള്ള കൊച്ചു കുട്ടികൾ അവർ ഓടി നടക്കാൻ ആ പ്രായത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ മൊബൈൽ ഫോൺ കളിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അതിന്റെ ഫോട്ടോയും എടുത്തു. എൻ്റെ എവിടെയോ ഉണ്ട്, എനിക്കത് നിങ്ങളെ കാണിക്കാൻ നോക്കട്ടെ, അടുത്ത ആഴ്ചയിലെങ്ങാനും കാണിക്കാമെന്നുണ്ട്. നോക്കാം. എന്തുകൊണ്ടാ അവർക്ക് അത് അവരുടെ ശ്രദ്ധ കൊടുക്കുന്ന, അല്ലെ അവർ കരയുന്നു, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന എന്താണ്, ഒന്നുകിൽ കരയാതിരിക്കാൻ വേണ്ടി, അല്ലെ അവരുടെ ശ്രദ്ധ അതിലേക്ക് മാറ്റാൻ വേണ്ടി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അതൊരു ഹാബിറ്റായിട്ട് വരുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവരുടെ കണ്ണിന്, അല്ലെങ്കിൽ ആരോഗ്യത്തിന്, ശാരീരികമായിട്ടൊക്കെ. അപ്പം ഞാൻ പറയുന്നു, നമ്മൾ വാർത്ത കണ്ടില്ലെങ്കിൽ, അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ എനിക്ക് എന്തോ മിസ് ചെയ്യുന്നു എന്നുള്ളത് അതൊരു തെറ്റായ ധാരണയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന്റെ എന്താണ് ഒരു എനിക്ക് അഡിക്ഷൻ മാത്രമാണ് സാർ, അത് വെറും ഒരു അഡിക്ഷനാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണല്ലേ സാറേ? അത് നിയന്ത്രിക്കുക. കാരണം കൂടുതൽ എന്തോ സംഭവിച്ചു എന്ന് പറയുന്നു. പിന്നെ ഈ പത്രങ്ങളൊക്കെ പറയുന്നു, ഞാൻ പത്രം വായന നിർത്തിയാണല്ലോ. പത്രം വായനയും ഈ TV കാണാത്തതിന്റെ കാരണം എന്താണെന്ന് കൂടി ഞാൻ പറയാം. അതെ, അതെ, ഒരു അതറിയാം. ഒരു പത്രത്തിലും സത്യസന്ധമായ വാർത്തകൾ കിട്ടുന്നില്ല. അത് എല്ലാവരും ശരി. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ്. ആ പത്ര ഉടമയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താണ് വാർത്തകൾ വളച്ചൊടിച്ച് പറയുന്നത്. യൂട്യൂബർമാരും അതെ, ഈവൻ ഡിജിറ്റലായിട്ട് ഇപ്പൊ ചെയ്യുന്ന വേറെ പല ന്യൂസ് ചാനൽസുകളും ഉണ്ട്. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ട് എനിക്കെന്ത് കാര്യം ഇരിക്കുന്നത്? എനിക്ക് കുറെ എൻ്റെ മനസ്സമാധാനവും അല്ലെങ്കിൽ മറ്റതുപോലുള്ള എൻ്റെ വൈകാരികമായിട്ടുള്ള ഇതെല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ലാതെ എനിക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. കേരളത്തിലെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. പലപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, എനിക്കറിയില്ല, നിങ്ങൾക്കാണ് കൂടുതൽ അറിയാവുന്നതെന്ന്
ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കത് പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു പേടിയാണ്. FMO അല്ലെങ്കിൽ FOMO എന്ന് പറയുന്നതാണ്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. സാറേ ഇപ്പൊ അത് ഈ ഇടയ്ക്ക് ഇപ്പൊ നമ്മള് ഇപ്പൊ പുതിയതായിട്ട് നമുക്കറിയാലോ, ഡിജിറ്റൽ ചാനലുകളൊക്കെ ഉണ്ട്. യൂട്യൂബ് വഴി നമുക്ക് ഡിജിറ്റൽ TV ഒക്കെ ഉണ്ട്, എളുപ്പമാണ്. അപ്പം ഞാനൊക്കെ ഉപയോഗിക്കുന്നത്, ഞാൻ വായന അല്ലെങ്കിൽ പത്രം വായന അല്ലെന്നുണ്ടെങ്കിൽ TV ന്യൂസ് കാണാതിരിക്കുന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് വെച്ചാൽ, നമ്മളിപ്പം TV ഓൺ ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ നമുക്ക് പുറകോട്ട്, യൂട്യൂബ് പുറകോട്ട് ഒരു 4 മണിക്കൂർ പുറകോട്ട് കൊണ്ടുപോകാം. 4 മണിക്കൂർ പുറകോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ മെയിൻ ഹെഡ്ലൈൻസ്, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പരസ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫോർവേഡ് ചെയ്യാം. വളരെ ക്വിക്കായിട്ട് 4 മണിക്കൂറിൻ്റെ ആ സമയം നമുക്ക് വെറും ഒരു 15-20 മിനിറ്റ് കൊണ്ട് കൃത്യമായിട്ട് കാണാം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ ന്യൂസ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും, വ്യത്യാസമില്ലാതെ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ പോയിന്റ് അറിയാം, വിവരങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അതേസമയം കൺവെൻഷണൽ രീതിയിലുള്ള ഒരു TV കാഴ്ചയാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് പോകും. കാരണം എല്ലാം അറിയണമെങ്കിൽ അറിയണ്ടേ. ഇതങ്ങനെയല്ല, പുറകോട്ട് അങ്ങ് മാറ്റാം. ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ പുറകോട്ട് മാറ്റി പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാം. ഒറ്റ പരസ്യം പോലും നമുക്ക് കാണേണ്ടതില്ല. നോർമൽ രീതിയിലാണെങ്കിൽ എല്ലാ പരസ്യം നമ്മൾ അക്ഷമയോടെ കാണേണ്ടി വരും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. TV-യിലാണ്, മൊബൈലിലാണ്, എവിടെയാണെങ്കിലും മിനിമം ന്യൂസ് മിനിമം ടൈമിൽ കണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രോസസ്സ് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിസം ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഷീലമ്മ പറയും. അതുപോലെ തന്നെ സാറേ, ഈ നമ്മൾ കാണുന്ന ഈ സാറ് പറഞ്ഞ ഈ ഫോമോ ഉണ്ടല്ലോ സാറേ, ഒരു സെൻസസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരാൾ ഒരു വീട്ടിൽ എന്നുള്ള ഒരു കണക്കിൽ തീർച്ചയായിട്ടും കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് തീർച്ചയായിട്ടും കാണും. പിന്നെ അതുപോലെ തന്നെ സാറേ, പിന്നെ ഈ ന്യൂസുകളിൽ വരുന്നത് മിക്കവാറും ഒരു 4-5 വിഷയങ്ങളാണ് ദിവസവും. അത് സാബു സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു ആക്സിഡന്റിനെ കുറിച്ചായിരിക്കും എല്ലാ ചാനലുകാരും എങ്ങനെ അതിനെ ഭീകരതയിൽ നമ്മളെ സെന്റിമെന്റ്സ് ആക്കാൻ, എങ്ങനെ നമ്മൾ വർക്കൗട്ട് ആക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള ന്യൂസ് ആയിരിക്കും. പിന്നെ ഉള്ളത് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിൽ നമുക്കറിയാം യാഥാർത്ഥ്യം എന്താണെന്ന്. അപ്പൊ അത് കേൾക്കുമ്പോൾ സത്യം പറയാൻ നമുക്ക് കുറച്ചുകൂടി ദേഷ്യമാണ് ഉണ്ടാകാറുള്ളത്. പിന്നെ ഉള്ളത് ഏതെങ്കിലുമൊക്കെ കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും. ഇങ്ങനെയുള്ള നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ന്യൂസിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ TV ന്യൂസ് കഴിവതും ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പത്രത്തിലാണെങ്കിലും ഫ്രണ്ട് പേജ് ഇപ്പൊ സാറേ പരസ്യമാണ്. കേരളത്തിന്റെ കാര്യം പറയാം, എല്ലാ പത്രങ്ങളിലെയും ഫസ്റ്റ് പേജ് പരസ്യത്തിന് മാറ്റി കൊടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരിക്കും, അത് അകത്ത പേജിനാണ് വരുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു ട്രെൻഡുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുക, അവിടെ നിന്ന് പിന്മാറുക, അല്ലേ? മാറുക. അതെ ഓക്കെ, അതെ, ഞാൻ അങ്ങനെ മാറുക. മാം ഇനി റോയ് സാറിലേക്ക് ഒന്ന് കടന്നിട്ട് വരാം. റോയ് സാർ. ഓക്കെ. സാറേ, ഈ മനുഷ്യബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഈ ഡിജിറ്റൽ രീതി, അതായത് സ്മാർട്ട് ഫോൺ ഉപകരിക്കും എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സാറ് പറഞ്ഞൊരു കാര്യം, അവനവനോടുള്ള ബന്ധങ്ങൾ വരെയും നഷ്ടപ്പെടുത്തുന്ന ഒരു നെഗറ്റീവ് ഭാഗം അതിനകത്തുണ്ട് എന്ന് സാർ പറഞ്ഞത് വളരെ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ സാറ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മറ്റേ ഡിജിറ്റൽ ഡീറ്റോക്സിങ്ങിനും അതുപോലെ തന്നെ ബിഹേവിയറൽ റെസിലൻസും ടെക്നോളജിക്കൽ റെസിലൻസിലും ഒക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അത് വളരെ കൃത്യമായി ഒന്ന് മനസ്സിരുത്തി വയ്ക്കാനും അഥവാ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഈ സാറ് പറഞ്ഞ ഇതുണ്ടല്ലോ, പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന 18 കാര്യങ്ങൾ, അത് വളരെ ഇതായിട്ട് എനിക്ക് തോന്നി. വളരെ ആ 18 കാര്യങ്ങളും ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഞാൻ അത്ര ഡിജിറ്റലായിട്ട് അങ്ങനെ വലിയ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളും അല്ല. അതിൻ്റെ ദോഷങ്ങൾ എന്നോട് പലരും പറയാറുണ്ട്. മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് നോക്കിയാൽ അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട് പല സമയത്തും. അപ്പോൾ ഞാനത് അത്ര കാര്യമാക്കി കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി മെസ്സേജസ്, ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ വരും. പക്ഷേ നമ്മളങ്ങനെ ഫോളോ ചെയ്ത് ഒരു ശീലം പണ്ടുപോലെ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും എന്നാണ് എത്ര മെസ്സേജ് വിട്ടു, ഒന്നും നോക്കിയില്ലെന്നൊക്കെ പറയും. ഏതായാലും ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളത് കഴിഞ്ഞ് വേറെ ആൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഇതുകൊണ്ടുള്ള ദോഷങ്ങളെക്കുറിച്ചും കുറേ ഞാൻ പറഞ്ഞില്ല, അവനവനോടുള്ള കുറെ ബന്ധങ്ങൾ വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന് സാർ പറഞ്ഞു. വളരെ കറക്റ്റാണ്. ഇതുമായിട്ട് അഡിക്റ്റായിട്ട് വരുന്നവർ ഈ റോട്ടിൽ കൂടെ മറ്റേയൊക്കെ പോകുന്ന സമയത്ത് പരിസരബോധം മറന്ന ആൾക്കാർ ഇങ്ങനെ പോവുക, എന്നതാ സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ.
ഇങ്ങനെ. അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്, അതൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും ഒക്കെ രണ്ട് കൈയും വിട്ട് സാറ് പറഞ്ഞത്. അപ്പോൾ ഇതിന് നിയമം കൊണ്ടൊന്നും രക്ഷയില്ല. അവനവനെ തന്നെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം സാറിൻ്റെ ഇന്നത്തെ ക്ലാസ് വളരെയധികം എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓക്കെ, രമാവതി മാം. സാറേ നമസ്കാരം. എന്താ ഒരു കുറ്റബോധം ചെറുങ്ങനെ തോന്നുന്നുണ്ട് സാറേ. സത്യം, അത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ്. കാരണം കുറെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സാറേ എനിക്ക്. ഇപ്പൊ എല്ലാ തരത്തിലും എനിക്ക് ആവശ്യമുള്ളത് തന്നെ അത് നോക്കാതിരിക്കാനും പറ്റില്ല. വ്യത്യസ്തങ്ങളാണത്. പക്ഷെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സമയം കുറെ പോവും. ഇനിയിപ്പോ സാറ് പറഞ്ഞ പോലെ എന്തായാലും മാറാൻ ഞാൻ തയ്യാറാണ്. കാരണം എനിക്ക് അങ്ങനെ മാറിയാലേ കുറച്ച് എന്റെ മേശപ്പുറത്ത് നിറയെ യോഗയുടെ പുസ്തകമുണ്ട്. ഒരു യോഗ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. 10-28 പേരുണ്ടായില്ല, ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്തായാലും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല, ചിലപ്പോ എന്റെ മോൻ പറയും, എന്താ മമ്മി അവര് ഒരു ഇതില്ലാത്ത ഇങ്ങനെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ആ ഗ്രൂപ്പ്. ഞാൻ പറയും, കൂട്ടാ അങ്ങനെ ഒന്ന് കുറ്റപ്പെടുത്തല്ലടാ അവര്. അല്ല മമ്മിയുടെ ആ ഒരു അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വിട്ടിട്ടുള്ള ഒരു ഇതുണ്ടോന്നും കൂടി എനിക്ക് സംശയമില്ലാതില്ല. പക്ഷെ എല്ലാരും പൊതുജനം പല വിധല്ലേ. സാർ പറഞ്ഞ പോലെ ഇപ്പം സാർ പറഞ്ഞില്ലേ, ഫോൺ നോക്കിക്കൊണ്ട് ഇങ്ങനെ മരണത്തിലേക്ക് വന്ന്. മുമ്പ് ഫോൺ നോക്കിക്കൊണ്ട് ടെറസിന്റെ മുകളില് ഒരാള് വീണിട്ട് നടന്നു പോകുന്ന ഒരാള് മേത്ത് വീണിട്ട് അയാള് മരിച്ചു, ഫോൺ നോക്കിയാള് മരിച്ചില്ല. അതുപോലെ ഒരു വാടക വീട്ടില് 2 വാടക വീട് അടുത്തടുത്താണ്, ഒരേപോലെയാണ്. 2 മുസ്ലിം കുടുംബം താമസിക്കാണ്. ഒരു പയ്യൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ട് വന്നിട്ട് കേറിയിട്ട് ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുന്നിട്ട് ഉമ്മാ ചോറ് വിളമ്പെന്ന് പറയുമ്പോ അവൻ എന്നിട്ട് നോക്കുന്നില്ല. അപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലാ അവൻ കേറിയത്. അത്രക്ക് ബോധമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഈ പെൺകുട്ടികള്, യുവതികളാണ് സാറേ അധികം ഇതിന് അഡിക്റ്റ് ആവുന്നത്. അതിൽ പല ബുദ്ധിമുട്ടും ഉണ്ട്. നമ്മൾ അവിടെയുള്ള ആസ്പത്രിയിൽ ഒരു പ്രാവശ്യം ഒരു പെൺകുട്ടി പ്രസവിച്ച് കിടക്കാണ്. അപ്പൊ ഇവള് പ്രസവിച്ച സമയത്ത് കണ്ണ് കേടാണ്, ഫോൺ നോക്കിക്കൂടാന്ന്, സ്മാർട്ട് ഫോൺ മാറ്റി വെക്കെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഇവള് ഉറങ്ങുമ്പോ അമ്മ മാറ്റി വെച്ചു. കുട്ടിക്ക് ചെറിയ മഞ്ഞ കളർ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാറുണ്ടല്ലോ. അപ്പൊ നേഴ്സ് കൊണ്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഉണർന്ന ഉടനെ എവിടെ 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 അപ്പൊ ഇവര് പേടിച്ചു. ഇതെന്താ കുട്ടീനെ ആരും കൊണ്ടുപോയി. ഇപ്പൊ നേഴ്സ് കൊണ്ടുപോയി, ഇപ്പൊ കൊണ്ടുവരുന്ന് പറയുമ്പോ അവളുണ്ടല്ലോ സാറേ, അതല്ല എന്റെ ഫോൺ എവിടെയാണ്. എല്ലാരും അവിടെ ഇരുന്നവര് താടിക്ക് കയ്യും കൊടുത്തിട്ട് അടുത്ത് നിന്നവരെല്ലാം അതിശയപ്പെട്ടു പോയി. അതുപോലെ ഒരുപാട് ദോഷമുണ്ട് സാറേ ഇതിനെ പറ്റിയിട്ട്. ഇത് എന്തായാലും ഞാൻ ശ്രമിക്കാം സാറേ. താങ്ക് യു സാർ. ഗോകുമാർ സാർ, അഡ്മ്യൂട്ട് ചെയ്യും സാർ, അഡ്മ്യൂട്ട് ചെയ്യും, കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ല. വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ റെഡിയായോ? സുധോധരൻ ഡോക്ടർ, ഷാമാം, സലിജ മാം. ഗുഡ് ഈവനിങ് സർ. പറഞ്ഞു. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ക്ലാസ് ഇന്നത്തെ ഡിജിറ്റൽ ഡിസിപ്ലിൻ എന്നുള്ള ടോപ്പിക്കിൽ സാർ എടുത്ത ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇന്ന് ഒരു ഡിജിറ്റൽ ഉപയോഗം ഏറ്റവും അതിന്റെ ഭീകരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇതിന്റെ ഗുണത്തെ കുറിച്ച് സാർ ഒരുപാട് സംസാരിച്ചു. ശരിക്കും അത് നമ്മൾ എങ്ങനെയാണ്, ഇത് ഗുണമാണോ ദോഷമാണോ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നതെന്നുള്ള ഒരു ഇൻസൈറ്റ് നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇതിന്റെ ടൈം കുറയ്ക്കണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും രമാവതി മാം പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്കിത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ബോധപൂർവം നമുക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും അതിന്റെ ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് സാറ് പറയുണ്ടായി. പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട്, അതുപോലെ തന്നെ മെമ്മറിയെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് സാറ് പറഞ്ഞ റിലേഷൻഷിപ്പിനെ, നമ്മള് വ്യക്തിബന്ധങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. കുടുംബത്തിൽ പോലും എല്ലാവരും അവരവരിലേക്ക് ഒതുങ്ങുന്നു, പക്ഷെ ഫോണിലേക്ക് ഒതുങ്ങുന്നു. പക്ഷെ അവരവരെ പോലും സെൽഫ് എന്താണെന്ന് പോലും ഒരു അവയർനെസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ഒക്കെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്.
പിന്നെ ഞാൻ TV കണ്ടിട്ട് വർഷങ്ങളായി. ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു സീരിയൽ പോലും കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും കുട്ടികളെല്ലാരും കൂടെ വരുമ്പോൾ തിയേറ്ററിൽ പോകും, ഒരു സിനിമ കാണുന്നുള്ള അല്ലാതെ TV പോലും ഒരു സിനിമ കാണാനുള്ള ഒരു അത്രയും ടൈം അവിടെ മെനക്കെട്ടിരിക്കാൻ നമുക്ക് ഒരു ക്ഷമയില്ല. അതെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. നമുക്കറിയാം ഒരു ലിമിറ്റ് വിട്ട് നമ്മൾ ഫോണിലേക്കോ അല്ലെങ്കിൽ ഉപയോഗം കൂടുമ്പം നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും ഒക്കെ ഉണ്ടാവുന്ന ഒരു ചെറിയ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുമ്പം നമ്മളത് ബോധപൂർവം അത് ലിമിറ്റ് ചെയ്യുകയും മിനിമൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസും കൂടി ഉണ്ടാവും, നമ്മളെ കൊണ്ട് അതിന് കഴിയും എന്നുള്ളത്. പിന്നെ റേഡിയോ കേട്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് തോന്നുന്നത് റേഡിയോ കേൾക്കുമ്പോൾ അതിനകത്ത് ജെനുവിൻ ആയിട്ടുള്ള ന്യൂസുകളാണ് വരാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ന്യൂസ്, പിന്നെ അതിനകത്ത് എല്ലാത്തരം വിനോദോപാധികളും അതുപോലെ ഇൻഫർമേഷൻസ്, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു വന്നത് ഞാൻ. ഇപ്പോഴും ഞാൻ അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ കോമ്പറ്റീഷന് അതുപോലെ തന്നെ എല്ലാരെയും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഓരോ ചാനലുകളും അതുപോലെ പത്രങ്ങളാണെങ്കിലും ഒക്കെ പോകുന്നത്. അതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ അതിനോടനുബന്ധിച്ച് എങ്ങനെയാണ് അവയെ സമീപിക്കേണ്ടതെന്ന് നമുക്കൊരു ബോധപൂർവം, അതായത് നമ്മളെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ ഒരു നഷ്ടപ്പെടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഉറങ്ങുക, അങ്ങനെ ഒരു ശീലം കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നത് ഏറെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയും കാണാറുണ്ട്. പക്ഷെ അതും ബോധപൂർവം നമുക്ക് മാറ്റാൻ പറ്റും. ആ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ, ഹൃദയങ്ങൾ ചേർത്ത് വെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാൻ കഴിയട്ടെ. എന്തായാലും സാറിന്റെ ക്ലാസ് ഒരുപാട് പ്രയോജനപ്പെട്ടു. താങ്ക് യു സോ മച്ച് സാർ. നമസ്കാരം. നമസ്കാരം, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു. മൊബൈൽ ഫോൺ കൊണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ദോഷങ്ങളും അതുകൊണ്ട് അത് വിശദമായിട്ട് സാറ് വ്യക്തമായി പറഞ്ഞു തന്നു. പിന്നെ ആത്മബന്ധം നേരിട്ട് സംസാരിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. ഫോണിൽ കൂടെ സംസാരിച്ചാൽ ഒരിക്കലും ആത്മബന്ധം ഉണ്ടാവില്ല. ആത്മബന്ധം ശരിക്കും ഉണ്ടാവുന്നത് നേരിട്ട് സംസാരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കുട്ടികളെ കൂടുതലും വഷളാക്കുന്നത് രക്ഷകർത്താക്കൾ തന്നെയാണ്. കുട്ടികൾ പിണങ്ങുമ്പോഴും കരയുമ്പോഴും ഫോൺ എടുത്ത് കൈ കൊടുക്കും. ഫോൺ കൊടുക്കുമ്പോൾ കുട്ടികൾ കരയാതിരിക്കും. അപ്പൊ യഥാർത്ഥ കുറ്റവാളി രക്ഷകർത്താക്കളാണ് ആദ്യമേ അത് ശീലിപ്പിക്കുന്നത്. രക്ഷകർത്താക്കൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാറിനെ കൊണ്ട് സഹായിച്ചു. അതുകൊണ്ട് നല്ല കാര്യം, നല്ല ക്ലാസ് ആയിരുന്നു. നമസ്കാരം. ഞാൻ 100% യോജിക്കുന്നു. രക്ഷകർത്താക്കൾ തന്നെയാണ് ഈ കുറ്റത്തിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും. താങ്ക് യു സാർ. അത് നല്ല അഭിപ്രായമാണ്. ഞാനത് 100% ഞാൻ അതിനോട് യോജിക്കുന്നു. ഓക്കെ, ജോർജ് സാർ പറഞ്ഞോളൂ. താങ്ക് യു സാർ. സാറേ, ഒത്തിരി സന്തോഷം. വാസ്തവത്തിൽ കാലഘട്ടത്തിന് ഏറ്റവും യോജിക്കുന്ന കുറേ ഇൻഫർമേഷൻസ് സാറ് തന്നു. പക്ഷെ ഇവിടെ പ്രശ്നം ഞാനും ചിന്തിച്ചു, നമ്മളല്ലേ ഉത്തരവാദിയെന്ന്. പക്ഷെ എത്ര കുട്ടികൾ ഫോൺ മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്തു. ഏത് പേരന്റാണ് നിനക്ക് മേടിച്ചു തരില്ല എന്ന് എത്ര ബലം പിടിക്കാൻ പറ്റും കേരളത്തിൽ? പേടിയാണ്. അത് ബന്ധമില്ലാത്ത ഒരു ഭീകരമായ സത്യത്തിന്റെ ഒരു ബോംബിന്റെ പുറത്താണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകുന്നവരാണ് സമൂഹം മുഴുവൻ നിൽക്കുന്നത്. ലഹരി തൊട്ടടുത്ത വീട്ടിലും ഒരുപക്ഷെ നമ്മുടെ വീട്ടിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അത്രയും മാരകമെന്ന് ഇപ്പോൾ തിരിച്ചറിയാത്ത ഒരു വലിയ വിപത്താണ് ഈ സാധനം. ഇതുവഴി ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന നിലവാരത്തിൽ എത്രയോ പിന്നോക്കം പോകുന്നു. അവരാകേണ്ടിയിടത്തു നിന്ന് എത്ര താഴെയാണ്. അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ്, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ ആ എഫിഷ്യൻസി, ഒന്നാമത് അവര് കമ്പ്യൂട്ടർ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നവരാണ്. കഴുത്ത് പുറം ഒക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവര്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മാറിയാൽ പിന്നെ മൊബൈലുമാണ്. ഈ തോണ്ടലല്ലാതെ നേരെ നമ്മൾ ചോദിച്ച് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചാൽ എത്ര അടുപ്പമുള്ളവരാണേലും ശരി, 1-2 വാക്കുകളിൽ ഒതുക്കും, മൂളിയും തട്ടിയൊക്കെ തീർക്കും. അതിനധികം തുടരില്ല ആ സംഭാഷണമൊന്നും. വല്ലാത്ത ദുസ്ഥിതിയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും തീരാത്ത ഒരു പരിതാപകരമായ സ്ഥിതിയാണ്.
ഓക്കെ സാർ, കണ്ണു തുറപ്പിക്കുന്ന കുറെ മെസ്സേജസ് ആണ്. താങ്ക് യു സർ. ഓക്കെ, സ്നേഹലത മാം, സലിജ മാം, ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ശുദ്ധോദനൻ സാറിനെ വിളിച്ചാലേ സാർ എന്തെങ്കിലും പറയുള്ളൂ. ഓക്കെ, അവർ ഫ്രീ അല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഷീല മാം ചോദിക്കാനുള്ള ചോദിക്കും. അഡ്മിറ്റ് ചെയ്യാം. സാറേ, വൈ ഡിജിറ്റൽ ഡിസിപ്ലിൻ മാറ്റേഴ്സ് എന്നുള്ളതിൽ സാറ് സെഡിമെന്ററി ലൈഫ് സ്റ്റൈൽ പറഞ്ഞു. അതിൽ വണ്ണം വയ്ക്കുന്നതാണെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ കൂടുതൽ പറയാൻ പറ്റുന്നത് സാറേ? സെഡിമെന്ററി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒറ്റ ഇരിപ്പിരിക്കുക അല്ലെ കുത്തിയിരിക്കുക അങ്ങനെയുള്ള കൂടുതൽ ഇരിപ്പ് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് വണ്ണം വെക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ആശയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ബ്ലഡ് പ്രഷറിന്റെ കൂടുതൽ ഉണ്ടാകാം. കാരണം നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടാകുന്ന അതിന് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ ഈ ഇരിപ്പ് കൊണ്ട് അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഒരു പുതിയ ഇതായിട്ട് പറയുന്നു, അതായത് ഇരിക്കുന്ന ആളുകൾക്ക് പുകവലിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പുകവലിക്കുന്നതായിരിക്കും കൂടുതൽ, അങ്ങനെയുള്ളവർക്ക് പല അസുഖങ്ങളും പുകവലിക്കുന്നതിനേക്കാളും പ്രശ്നമാണെന്നാ പറയുന്നത്. അതെ, അങ്ങനെയുള്ള ഒത്തിരി ആരോഗ്യപരമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതാണ് അങ്ങനെ ആ ഇരിപ്പ് കൊണ്ടുണ്ടാകുന്നത്. കാരണം ഇതിപ്പോ മിക്കവാറും ഇരിക്കാതെ ഇരുന്നുകൊണ്ടായിരിക്കുമല്ലോ പലപ്പോഴും ആളുകൾ ഇത് കാണുന്നത്. എനിക്ക് തോന്നുന്നത് സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് അതിനു വേണ്ടി പോകുന്നത്. ഞാനിപ്പോ അതിനെതിരായിട്ട് പറഞ്ഞ ആ ഒരു ഇൻഡസ്ട്രിക്ക് എതിരായിട്ടല്ല പറയുന്നത്. പക്ഷെ അതിന് പിന്നെ ആ ഒരു സംസ്കാരം എന്ന് പറയുന്നതേ അതൊരു പ്രത്യേക ഇതാണ്. കാരണം ഞാൻ ഇങ്ങനെ ഇവിടെ കാണുന്ന ആളുകൾ കാണുമ്പോൾ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, ഞങ്ങൾ ഇവിടെയാണല്ലോ കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ഇംഗ്ലീഷിലും ജർമ്മനിലൊന്നും അല്ലല്ലോ അതിന്റെ ഭാഷ. അല്ലെങ്കിൽ അത് ഇവിടുത്തെ സാഹിത്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, ഇതാണോ നിങ്ങളുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് ചോദിച്ചു പോകും. കാരണം അതേ രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങളും ആ ബന്ധങ്ങളിലുള്ള ആ ഇതും ഉള്ളത്. ഇപ്പം അത് വളരെ ഇതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് വളരെയേറെ നെഗറ്റിവിറ്റി നമ്മളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു മേഖലയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു മെസ്സേജ് എന്താണ് അത് തരുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാരണം അവരുടെ ആ ഭാഷാ പ്രയോഗങ്ങൾ, അതുപോലെ അതെല്ലാം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എല്ലാം വളരെ നെഗറ്റീവായിട്ടാണ് അത് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിവേ, ക്ലിയർ ആയി. ഇപ്പൊ നമ്മുടെ സീരിയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനേക്കാളും ഒക്കെ ഭീകരമാണ് ഈ ഡിജിറ്റൽ തലത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കൊറിയൻ എന്നൊക്കെ പറയുന്ന പോലത്തെ കുട്ടികൾ കാണുന്നത്. നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മളൊന്നും വരെ കാണാൻ ശ്രമിച്ചിട്ട് പോലുമില്ല. പക്ഷെ കുട്ടികൾ അത് കാണുമ്പം ഈ പറഞ്ഞ പോലെ 1, 2, 3, 4 സീരീസുകൾ ഒന്നിച്ച് കാണാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ മലയാളം സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ നിന്ന് പോകുമല്ലോ, അതിൽ കൂടുതൽ പ്രത്യേക പോകത്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല, മണിക്കൂറുകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള 2, 3, 4 ഗെയിം മാത്രമല്ല, സീരിയലുകളുണ്ട്. കൊറിയൻ അങ്ങനത്തെ കുറെ സീരിയലുകൾ ഇപ്പം ഇറങ്ങുന്നുണ്ട്. കാര്യം അത് ഇംഗ്ലീഷൊക്കെയാണ്, പക്ഷെ ഇവർക്കിത് മനസ്സിലാവും. അവർക്ക് മനസ്സിലാവും സാറേ. ഈ പിന്നെ കൊച്ചു പിള്ളേർക്ക് വരെ ഈ ഫോറിൻ ഇംഗ്ലീഷ് നന്നായിട്ട് അവർ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ അതിശയം തോന്നും, ഇവരെങ്ങനെ ഇത് ക്യാച്ച് ചെയ്യുന്നെന്ന്. അതുപോലെ തന്നെ ഈ ഏകദേശം സാറേ ഒരു 10-28 വയസ്സ് വരെ ഈ നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന കുട്ടികൾ അത് ഈ മൊബൈലിൻ്റെയും ടി വി ഇപ്പം അവർ ഉപയോഗിക്കുന്നില്ല, മൊബൈലിൻ്റെ പുറകെ ആണ് കൂടുതൽ. മൊബൈൽ എന്ന് പറയുമ്പോൾ പിന്നെ ലാപ്ടോപ്പും അധികം ഉപയോഗിക്കുന്നില്ല. എനിക്ക് കുറച്ചുകൂടി സ്വകാര്യത അവർക്ക് കിട്ടുന്നത് പിന്നെ ഫോൺ ഉപയോഗിക്കുമ്പോഴായിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിലൂടെ അവർക്കൊരു 10-28 വയസ്സ് വരെ അവർ അങ്ങനെ പോകും സാറേ. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സമയം ഒരുപാട് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അവർക്ക് ഒരിടത്തും എത്തിപ്പെടാനും കഴിഞ്ഞില്ല. അത് അവരിൽ ഭയങ്കരമായ സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് കുട്ടികൾ ഈ മാനസിക അവസ്ഥ തെറ്റിയ അവസ്ഥയിൽ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. സാറേ, അത് പറയുമ്പോ ഈ സാറ് ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പം സാറ് പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ സാർ, അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തന്നെ സാറേ, അതൊരു സംശയമില്ല. കാരണം കുട്ടികള് ഭാഷ പഠിക്കുന്ന സമയമാണ് ചെറുപ്പകാലം, ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ. ഇന്നലെ ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാറിൽ കയറിയിട്ടാകുമ്പോൾ അവരുടെ പേരക്കുട്ടി പുറകിലുണ്ട്. അപ്പൊ എന്നെ കാണുമ്പോൾ ആ കുട്ടി കുറച്ച് ഒതുങ്ങി നിന്നു, ഒരു 1-2 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ ഞാനിങ്ങനെ മോനെ പേരെന്തായിരിക്കും അയ്യാൻ, പിന്നെ ആ കുട്ടി ഉണ്ടല്ലോ സാറേ, ഒരാത് സംസാരിച്ചു സാറേ. ആ സംസാരിക്കുന്ന കാരണം അടുത്തിട്ടാകുമ്പോ ഞാൻ ഇടയ്ക്കിടെ ഞാൻ പറയും ഒന്ന് ഹൈഫൈ ചെയ്താ, എന്നിട്ട് അവസാനം ആ കുട്ടി ഇതെനിക്ക് തന്ന ഷൂ, ഇത് എൻ്റെ ചെരുപ്പ് പുതിയതാണ്, എൻ്റെ ഒരു ഷൂ വീട്ടിലുണ്ട്, എൻ്റെ ടോയ് ഉണ്ട്, അമ്മ
മേമ ദോശ ചുട്ടതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്ന കുട്ടികളാണ് ഈ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് അവരെ മൂകന്മാരായിട്ട് വെക്കുന്നത്. കാരണം ഇവര് കരയും, അതെല്ലാം കരയുമ്പോൾ എന്തിനാ കരയുന്ന അമ്മമാരെ അറിയണം, അത് സമാധാനിപ്പിക്കാൻ അറിയണം. അത് ഒരു ട്രിക്കാണ് ഈ അമ്മമാരുടെ. ഭക്ഷണം എടുക്കുമ്പോൾ അല്ലേ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് വാ വിളിച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി. സരിജമ്മ പറഞ്ഞു. സാറേ, എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് മുഴുവൻ കേട്ടില്ല, എന്നാലും കുറെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ കണ്ടിട്ടുണ്ട് ബസ്സിലൊക്കെ വെച്ചിട്ട് കുട്ടി ഇങ്ങനെ ഉറക്കെ എണീറ്റ് കഴിയുമ്പോഴേക്കും അപ്പൊ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കി തുടങ്ങുന്ന സമയത്തേക്ക് എന്നെ അമ്മ വഴക്കുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാവും ഫോൺ വെച്ചു കൊടുക്കണത്. അപ്പോൾ അതിനകത്ത് വീഡിയോ കണ്ടിട്ട് അപ്പൊ നമുക്ക് ശരിക്കും വിഷമം വരും. അയ്യോ, ഇവരെന്താ ചെയ്യുന്നത്, ബസ്സിലാണ്, എന്നാൽ പോലും എന്തെങ്കിലും ട്രൈ ചെയ്യാലോ, അതിന് പോലും മെനക്കെടുന്നില്ല എന്നുള്ളതാ. അപ്പൊ പുറത്ത് എന്തെങ്കിലും കാണിച്ചു കൊടുക്കുക, അങ്ങ് പോലും അങ്ങനെ ചെയ്യാണ്ട് ഫോണിലേക്ക് കുട്ടികൾ അങ്ങനെ ആയിപ്പോവാണ്. പിന്നെ അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നി വേറൊരു കാര്യം എന്ന് വെച്ചാല് റിലേഷൻഷിപ്പ് മൊത്തം മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ പണ്ട് വയസ്സായ ആളുകൾ വീട്ടിലുള്ളപ്പോ അവർക്ക് വേണ്ടി നമ്മൾ TV വെച്ച് കൊടുക്കുമായിരുന്നില്ലേ. പക്ഷെ അത് മാറി. ഇപ്പൊ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ടിയാണ് ആ വീട് മൊത്തം ചലിക്കുന്നത്. കുട്ടിയുടെ ഇഷ്ടങ്ങള്, ഇപ്പൊ അവന് ഇഷ്ടമുള്ള കാർട്ടൂണുകൾ, അപ്പൊ ബാക്കി വയസ്സായ ആളുകളും അതിനൊപ്പിച്ച് പോകേണ്ട ഒരു രീതിയിലേക്ക് ജീവിതക്രമം മാറിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ചും മുമ്പ് ഒരു ടീച്ചർ വിളിച്ചപ്പോ പറയണ്ടായിരുന്നു, കുട്ടികളൊക്കെ അതായത് നമ്മള് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലാത്ത പോലെ. പണ്ടത്തെ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻസും അതുപോലെ മുതിർന്നവരോടുള്ള ഇന്ററാക്ഷനും. ഇപ്പൊ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ഏത് വർഷമാണ് റിട്ടയർ ആവണേന്ന്. അവര് നോക്കണത് വയസ്സ് എത്രയെന്ന് അന്വേഷിക്കണേയാണ്, വയസ്സൻ വൈബാണോ എന്നുള്ളത്. അതായത് പണ്ടത്തെ കുട്ടികൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കില്ലല്ലോ. അതായത് ഫുള്ള് ചേഞ്ച് ചെയ്യും. ഇങ്ങനെയെന്ന് വെച്ചാല് അവര് വിചാരിക്കണ ഇപ്പൊ ഇവിടെ മോൻ തന്നെ പറയും, ചേട്ടനോട് ചോദിച്ചാലേ അറിയാവുള്ളൂ, നിങ്ങൾക്കൊന്നും അറിയൂല. അതായത് അവര് നെറ്റിൽ PhD ആണ്, ഇന്റർനെറ്റിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവര് അറിയാം. അല്ലാണ്ട് പാരന്റ്സ് പറയണതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റണില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വല്ലാണ്ട് മാറിയിരിക്കണം. ഇതിനകത്ത് പോസിറ്റീവ്സ് അല്ലെ ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ എങ്ങനെ, അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് അറിയാതെ അവര് എന്തൊക്കെയോ കണ്ടും കേട്ടും പോകുമ്പോൾ അവര് ചെയ്യേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ അറിയാണ്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ കുറെ പേര് വേണ്ടാത്ത വലിയിൽ ചാടണു. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോണത്. നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു സ്വപ്നം കണ്ട് പേടിച്ചു, ഇങ്ങനെ ഈ ഒരു മയക്കുമരുന്നിന്റെ ഒരു അതിൽ പിന്നെ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. മനസ്സിലാകെ കുട്ടികളെ ആലോചിച്ചിട്ട്, ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ടൊക്കെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മളീ പോകുന്നത്. കാരണം ഇത് തന്നെ അവർക്ക് കയ്യിൽ തുമ്പിലുണ്ടല്ലോ എല്ലാം, പിന്നെ എന്ത് വേണോ അതിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ്. അപ്പൊ എന്തായാലും സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഇത് ഒരുപാട് എല്ലാവരിലേക്കും കുട്ടികളിലേക്കും അവര് പറഞ്ഞാൽ പോലും അവര് കേൾക്കൂല. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാകുമ്പോൾ റിസീവ് ചെയ്യാൻ ഇഷ്ടമില്ലല്ലോ, അതിന്റെ ദോഷങ്ങൾ പറയുമ്പോൾ. എന്തായാലും ഒരുപാട് നല്ലതായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. സംസാരിന് ഒരുപാട് നന്ദി കേട്ടോ. സാറിന് സമ്മതിച്ചേ പറ്റൂ, സാർ എത്ര ടൈം ഇതിനു വേണ്ടിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് തന്നെയാണ് പ്രശ്നം. എവിടെയാണ് ഡിജിറ്റൽ പ്രോബ്ലം വരുന്നത്? അതെ അതെ. എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കി എത്ര പേരെ ഞാൻ ശല്യപ്പെടുത്തുന്നു എന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അതിവിടെ സാറ് പറഞ്ഞ പോലെ വൈ ഡിജിറ്റൽ ഡിസിപ്ലിൻ മാറ്റേഴ്സ് അതിൽ വരുന്നുണ്ട്. എംപവർമെന്റ്, ശാക്തീകരണം അല്ലേ സാറേ? സെൽഫ് ശാക്തീകരണം നടക്കുന്നില്ല. നമുക്ക് വെളിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എത്ര കൺട്രോൾ ചെയ്താലും നമുക്കത് നേടിയെടുക്കാൻ ശരിക്ക് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് തോന്നുന്നു. തന്നെത്താനുള്ള ആ ഇത് നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞു, സെൽഫ് അവയർനെസ് നഷ്ടപ്പെടുന്നു, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരിക്കും നമ്മുടെ ബ്രെയിനിനെ ഒരു മടിയനാക്കി മാറ്റുക അല്ലേ? നമുക്ക് നമ്പർ അറിയാവോ? എത്ര പേരുടെ നമ്പർ അറിയാം നമുക്ക്? അതെല്ലാം പോയി, അതെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. അതെ അതെ.
ലാൻഡ് ഫോൺ ആയിരുന്നപ്പോ ഒരു 5 6 നമ്പറെങ്കിലും നമ്മൾ അത്യാവശ്യം നമുക്ക് അറിയാമായിരുന്നു. 5 അല്ലായിരുന്നു, പക്ഷെ ഒത്തിരി ഇപ്പൊ നമ്പറുകൾ അറിയായിരുന്നു, ഒത്തിരി നമ്പറുകൾ അറിയായിരുന്നു. പക്ഷെ ഇപ്പം ഈ നമ്മൾക്ക് ഏറ്റവും അടുത്ത് ഉപയോഗിക്കുന്ന നമ്പറുകൾ അല്ലാതെ അതും നമ്മൾ എത്ര സാറേ അറിയാം. അതല്ലേ രസം, പണ്ട് ഇരുന്ന ഓഫീസുകളിലെ നമ്പർ ഇപ്പോഴും ബൈഹാർട്ടാ. പഴയ ഏരിയകളൊക്കെ, ബ്രെയിനിന്റെ പഴയ ഏരിയകളൊക്കെ സജീവമാണ്. പുതിയ തലങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ പുതിയ പാട്ടുകളൊക്കെ ഉണ്ടോ അല്ലേ? കാര്യമൊക്കെ പഴയ പാട്ടുകളൊക്കെ ഓർത്തിരിക്കുന്നു, പുതിയ പാട്ടുകളൊന്നും ഓർക്കത്തില്ല. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിൽ നമ്മളൊരു കൺട്രോളിലൂടെ പോയില്ലെങ്കിൽ നമ്മുടെ ആ ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയും കൂടെ ചെയ്യാണ്, അല്ലേ സാർ? യെസ്, യാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും സ്വയം ശുദ്ധീകരിക്കേണ്ട അല്ലേ, സ്വയം കറക്റ്റ് ചെയ്യേണ്ട ഒത്തിരി തലങ്ങളാണ്. ആന്റണി സാർ ഒരു നിമിത്തമായി, പ്രവർത്തനം മുഴുവൻ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. സി താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. Good താങ്ക് യു night, സർ. yeah. Bye bye. 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 ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.